നിങ്ങളുടെ ജീവിതത്തിൻ്റെ കഥ പറയുന്ന സമയത്ത് ആർക്കെങ്കിലുമൊക്കെ ഒരു ഇന്നാള് എൻ്റെ ലൈഫിലൊരു തടസ്സമായിരുന്നു എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചില ആളുകൾ പറയാറുണ്ട്, എൻ്റെ അപ്പം കാരണമാണ് ഞാൻ ഈ ഒരു ഗതിയിലെത്തിയത്, അല്ലെങ്കിൽ ഇന്ന ആള് ഇന്നൊരു വ്യക്തി കാരണമാണ് എനിക്ക് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നത് എന്ന് ചില ആളുകളെങ്കിലും കൗൺസിലിംഗ് സെഷനിലോ അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ ഇടയ്ക്കെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ചില ആളുകളൊക്കെ പറഞ്ഞു കാണും, കൈയൊന്നും ഉയർത്തിക്കുന്നില്ല. അപ്പോൾ ആരെങ്കിലും നമ്മുടെ മുന്നിൽ ഒരു തടസ്സമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടമാണ്. അതുമല്ലെങ്കിൽ ആ തടസ്സത്തെ നമ്മൾ എല്ലാ കാലത്തും എത്ര മറക്കാൻ ശ്രമിച്ചാലും അവർ തടസ്സമായി നിന്ന ആ തടസ്സത്തെ നമ്മൾ എല്ലാ കാലത്തും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരുപക്ഷെ ക്ഷമിച്ചാലും ശരി മറക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകാറുണ്ട്. ശരിയാണോ ഞാൻ പറയുന്നത്? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില ആളുകൾ നമുക്ക് തടസ്സമായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവികമായ വിഷയങ്ങളിൽ, ദൈവിക അനുഗ്രഹങ്ങളുടെ കാര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും തടസ്സമായിട്ട് ദൈവത്തിന് തോന്നാറുണ്ട്. മനസ്സിലായോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുടെ തടസ്സമായിട്ട് നമ്മൾ മാറാറുണ്ട്. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഇന്നതുപോലെ ഒരു അത്ഭുതം നടക്കണം, ഇന്നതുപോലെ ഒരു അനുഗ്രഹം ഉണ്ടാകണം, ഇന്നതുപോലെ കാര്യങ്ങൾ നടക്കണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് കർത്താവിന് നടത്തി തരാൻ ആഗ്രഹമുണ്ടെങ്കിലും നമ്മളൊരു തടസ്സമായി തീരാറുണ്ട്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട്, മുഖത്തേക്ക് നോക്കിയിട്ട് പറ, കർത്താവിൻ്റെ പ്രവൃത്തിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ ഒരു തടസ്സമായി മാറരുത്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? മനസ്സിലായെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് ഈ ഞായറാഴ്ച എൻ്റെ ഹൃദയത്തിൻ്റെ ഒരൊറ്റ പ്രാർത്ഥന ഇത് മാത്രമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങളെന്ന് പറയുന്ന ആ തടസ്സം, അല്ലെങ്കിൽ ദൈവപ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്ന നിങ്ങളുടെ ചില മനോഭാവങ്ങൾ ഇന്ന് പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. സാധാരണ ബൈബിളിൽ ഇതിനൊരു വാക്ക് പറയുന്ന തടങ്കൽ പാറ എന്നാണ് പറയുന്നത്. സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് എന്നാണ് പറയുന്നത്. നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടൊന്നും അറിയില്ല. തടങ്കൽ പാറ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു തടസ്സത്തിൻ്റെ കല്ല് എന്നാണ് പറയുന്നത്. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് പറ, നിങ്ങളൊരു തടസ്സത്തിൻ്റെ കല്ലല്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പുറത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കി പറ, പകരം ദൈവിക അനുഗ്രഹങ്ങൾ പറഞ്ഞേ ഒഴുകുന്ന ഒരു ചാലാണ് നിങ്ങൾ. ഒരു ചാലാണ്. ഹല്ലേലൂയ. ആ ചാലിനകത്തെ തടസ്സമല്ല, മറിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ഭവനത്തിലേക്കും നമ്മുടെ തലമുറയിലേക്കും നമ്മുടെ ദേശത്തേക്കും നമ്മുടെ സഭയിലേക്കും കൊണ്ടെത്തിക്കുന്ന ഒരു ചാനലാണ്, ഒരു ചാലാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. സാധാരണ സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ തടസ്സം നിൽക്കുക. ഞാൻ എനിക്കൊന്ന് ആൽഫയുടെ മീറ്റിംഗ് നടന്ന സമയത്ത്, ലീഡർഷിപ്പിൻ്റെ മീറ്റിംഗ് നടന്ന സമയത്ത് തടസ്സങ്ങളെ കുറിച്ച് പറയുകയായിരുന്നു. ചില ആളുകൾ തടസ്സം എന്ന് പറഞ്ഞാൽ അവര് മുന്നോട്ട് പോകത്തൂല്ല, വേറെ ആളുകളെ പറഞ്ഞു വിടത്തൂല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ളവര്? ഹല്ലേലൂയ. അവര് മുന്നോട്ട് പോകത്തൂല, ചിലപ്പോൾ വിടത്തൂല. നിങ്ങൾ ചില ആളുകളൊക്കെ വണ്ടി ഓടിക്കുന്നവരാണ് അല്ലേ? വണ്ടി ഓടിക്കുന്നവരാണ്, നിങ്ങൾക്കത് മനസ്സിലാവും. ചില വണ്ടി ഓടിക്കുന്ന ചില ആളുകൾ നിങ്ങളുടെ മുന്നിൽ വന്ന് പെട്ടുകഴിഞ്ഞാൽ 30 കിലോമീറ്ററിന് മേളിൽ സ്പീഡിൽ പോകത്തൂല്ല, അന്ന് ലെഫ്റ്റിലോട്ട് മാറിയോട്ട് സ്ഥലം തരത്തൂല്ല, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. വേണമെങ്കിൽ കൊച്ചി മുതൽ എന്ത് ചെയ്യാൻ പറ്റും, ആറ്റിങ്കൽ വരേക്കും വേണമെങ്കിൽ ഇങ്ങനെ കുറഞ്ഞ സ്പീഡിൽ നമുക്ക് ആ വണ്ടിയുടെ പുറകിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കേണ്ടി വരാറുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ആ ഒരു ഗതികേട് ഓർമ്മയുണ്ടെങ്കിൽ പലർക്കും ഉണ്ടായിരിക്കും അങ്ങനെ. നമ്മളപ്പോൾ വണ്ടിയിലിരുന്ന് ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയുക, വേവലാതിപ്പെടാറുണ്ട് അല്ലേ? ഒന്ന് ലെഫ്റ്റിലോട്ടൊന്ന് എടുത്തിരുന്നെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ അവിടെ കല്യാണത്തിന് എത്തിച്ചേരേണ്ടതാണ്, ഞങ്ങൾക്ക് ഇന്നൊരു സമയത്ത് എത്തിച്ചേരേണ്ടതാണ്, ഒന്ന് മാറ്റി തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എത്ര സ്പീഡിൽ പോകാമായിരുന്നു എന്ന് നമ്മൾ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. ശരിയല്ലേ? വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു രസമുള്ളൊരു കാര്യമുണ്ട്. ഞാൻ ആദ്യമായിട്ട് വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഒരു 22 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കഥയാണ്. ഒരു ദിവസം ഞാനിങ്ങനെ കാർ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. കാരണം എനിക്ക് ലൈസൻസ് എടുത്തിട്ട് എന്താ പറയുക, ഒരു 2 മാസം കഷ്ടിയായിട്ടുണ്ടാവുള്ളൂ. ആ സമയത്ത് വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഞാൻ അറിയുന്നില്ല, ഞാനിങ്ങനെ കടവന്ത്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്തൂടെ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ
കുറേ വണ്ടികൾ എൻ്റെ പുറകിൽ ഇങ്ങനെ ചക്കായി കിടക്കുകയാണ്. കാരണം എന്താണ്, 20-ലും 30-ലും ഒക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ പുറകിൽ ഇങ്ങനെ ക്യൂ ആയിട്ട് വണ്ടികൾ കിടക്കുക. അപ്പം വേറൊരു കാറ് വളരെ സ്പീഡിൽ അങ്ങ് കയറി അങ്ങ് മുന്നോട്ട് വന്നിട്ട് എന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി. ആളിവിടെ ഇല്ലല്ലോ അല്ലേ, സ്തോത്രം. ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് എടുത്തിട്ട് പോയി. അത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട, നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടിട്ടുള്ള നമ്മുടെ സഭയിലൊരു സഹോദരനായിരുന്നു. ഏത് പുള്ളിക്കാരിയാണ് ഇങ്ങനെ ഇത്രയും വണ്ടികൾക്ക് പാര കൊടുത്ത് പോകുന്നത് എന്നായിരുന്നു അദ്ദേഹം നോക്കിയത്. അതിനുശേഷം ചർച്ചിൽ പിറ്റേ ഞായറാഴ്ച കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ക്ഷമ, ഞാൻ കണ്ടു അവിടെ വെച്ച് ഒരു 10-15 വണ്ടികൾ പുറകെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഈ കഥ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു നെഗറ്റീവ് കാര്യമാണ്. 22 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇതെന്തായിരുന്നു, ഞാൻ അത്രയും വണ്ടികൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടസ്സം സൃഷ്ടിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയട്ടെ, ഇതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഈ 2024 പ്രാപിക്കാൻ വെച്ചിരിക്കുന്ന കുറേ അനുഗ്രഹങ്ങളുടെ പട്ടികകൾ മാല പോലെ കർത്താവ് നിരത്തി വെച്ചിരിക്കുക. ജനുവരി മാസത്തേക്ക്, ഫെബ്രുവരി മാസത്തേക്ക്, മാർച്ചിലേക്ക്. പക്ഷേ പലപ്പോഴും അത് സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ നാം സ്ലോ ഡൗൺ ചെയ്യുന്നത് കൊണ്ട്, നാം സ്പീഡ് കുറയ്ക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നാം അതിൻ്റെ ഒരു തടസ്സമായി കൊണ്ട് നമുക്കത് പ്രാപിക്കാൻ പറ്റാതെയായി പോകാറുണ്ട്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് പറ, നമ്മുടെ കർത്താവിന് പറഞ്ഞേ, നിങ്ങളൊരു തടസ്സമാകരുത്. ഹല്ലേലൂയ. ഈ 2024 കർത്താവ് ഒരു കൊയ്ത്തിന്റെ വർഷമാക്കി ഈ വർഷത്തെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ്, കട്ടായം കൊയ്ത്ത് നടന്നിരിക്കും. ആമേൻ. പക്ഷെ കൊയ്ത്ത് നടക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങളുടെ വയലിനകത്ത് നിങ്ങളൊരു തടസ്സമാണോ അതോ കൊയ്ത്തരുവാളുമായിട്ട് കൊയ്തെടുക്കാൻ തയ്യാറായിട്ടാണോ നിൽക്കുന്നത്? ഈ ഞായറാഴ്ച പരിശുദ്ധാത്മാവ് നാം ആകുന്ന തടസ്സങ്ങളെ ഒന്നും മാറ്റിയിട്ട് മറിച്ച് ശരിയായ ചാനലുകളാക്കി ഈ ഞായറാഴ്ച പരിശുദ്ധാത്മാവ് നമ്മളെ തീർക്കുവാനായിട്ട് പോകുകയാണ്. ഹല്ലേലൂയ. ദൈവപ്രവൃത്തികളുടെ വഴിമുടക്കികളായി നമ്മൾ മാറരുത്. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് പറ, ദൈവപ്രവൃത്തികൾക്ക് ഞാനും നിങ്ങളും ഒരു വഴിമുടക്കിയാകരുത്. ഹല്ലേലൂയ. ഞാൻ ആരെയുമല്ല പറയുന്നത്. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറഞ്ഞേ, ഞാൻ നിങ്ങളെയല്ല പറഞ്ഞത്, പറഞ്ഞേ, ഞാൻ എന്നെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. ഹല്ലേലൂയ. ഞാൻ എന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്, നിങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ ആരും തന്നെ ഈ 2024 നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ ദേശത്തിന്റെ നടുവിൽ ദൈവം തമ്പുരാൻ ചെയ്യാൻ പോകുന്ന ദൈവ പ്രവർത്തികളുടെ ഒരു വഴിമുടക്കിയായി മാറുകയില്ല. മറിച്ച് നമ്മൾ ഈ വർഷം ദൈവ പ്രവർത്തികൾ സുഗമമായിട്ട് ഒഴുകുന്ന ചാനലുകളായിട്ട് ഈ വർഷം നമ്മൾ മാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവത്തെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ദൈവത്തിന് പരിധി വെക്കുന്നതാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ പേര് തന്നെ ഗോഡ് ഈസ് അൺലിമിറ്റഡ് അല്ലേ? പരിധികളില്ലാത്തവനാണ് ദൈവം അല്ലേ? പരിധികളില്ലാത്ത ദൈവം എന്ന് പറഞ്ഞ ഒത്തിരി പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് പരിധിയില്ല. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞേ, ദൈവത്തിന് പരിധിയില്ല. പറഞ്ഞേ. കാരണം എന്താണ്? ദൈവം ഭൂമിക്ക് മുകളിലുള്ളവനാണ്. ദൈവം മനുഷ്യനേക്കാൾ മുകളിലുള്ളവനാണ്. ദൈവം സകലത്തിന് മുകളിലുള്ളവനാണ്. അതുകൊണ്ട് ദൈവത്തിന് ഒരിക്കലും പരിധിയില്ല. പക്ഷേ ദൈവത്തിന് പരിധി വെക്കുവാൻ മനുഷ്യന് സാധിക്കും. നമ്മുടെ പാസ്റ്റർ പഠിപ്പിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണത്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം മനുഷ്യനോട് പറഞ്ഞു, സകല ചരാചരത്തിന്റെ മേലും വാഴുവാൻ വേണ്ടി പറഞ്ഞു. എല്ലാത്തിന്റെ മേലും വാഴണോ. അത് പക്ഷിയാകാം, മൃഗമാകാം, സസ്യമാകാം, ഭൂമിയിലെ സമ്പത്താകാം, വിഭവശേഷിയാകാം, റിസോഴ്സസ് ആകാം, എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ വാഴുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ന് കർത്താവ് പറയുകയാണ്. അതിനുശേഷം കർത്താവ് ശരിക്കും പറഞ്ഞ ആ റെസ്പോൺസിബിലിറ്റി അവന് അല്ലെങ്കിൽ അവൾക്ക് കൊടുത്തിട്ട് കർത്താവ് മാറി നിൽക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ആ റെസ്പോൺസിബിലിറ്റി ശരിയായ വിധത്തിൽ മനുഷ്യൻ ചെയ്യാതിരിക്കുമ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ മനുഷ്യൻ ചെയ്യാതിരിക്കുമ്പോൾ ദൈവത്തിന് അവിടെ ഒരു പരിധി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്, ദൈവത്തിന് പരിധി വയ്ക്കാൻ പാടില്ല. കർത്താവ് എന്തത്തോളമാണ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് അത്രത്തോളം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കർത്താവിന് നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ അവിശ്വാസം എന്ന് പറയുന്ന പരിധി നമ്മൾ എടുത്തു മാറ്റണം. ദൈവത്തിന് ഏറ്റവും കൂടുതൽ വിഷമമുള്ള ഒരു കാര്യമാണ്
അവിശ്വാസം എന്ന് പറയുന്നത്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, കർത്താവിന് ഏറ്റവും വിഷമമുള്ള കാര്യമാണ് നമ്മൾ അവനെ അവിശ്വസിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കർത്താവിന് അവിശ്വാസം, ആ പരിധി കർത്താവിന് ഇഷ്ടമല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ കർത്താവിൻ്റെ കൈ കെട്ടിയിടുന്ന ഒരു കാര്യമാണ് നമ്മൾ അവിശ്വസിക്കുമ്പോൾ. നമ്മൾ അവിശ്വസിച്ചാൽ കർത്താവിൻ്റെ കൈ കെട്ടപ്പെടും, കർത്താവിന് ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എവിടെ വിശ്വസിക്കാൻ തുടങ്ങുമോ അവിടെ കർത്താവിൻ്റെ പ്രവൃത്തി ആരംഭിക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറേ മാസങ്ങളായിട്ടും കുറേ വർഷങ്ങളായിട്ടും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി ഒന്നും കിട്ടാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണക്കാർ നമ്മൾ തന്നെയാണ്. എന്താ കാരണം എന്നറിയാമോ? നമ്മൾ അവിശ്വസിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാലും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നമ്മൾ വിശ്വസിക്കാത്തത് കൊണ്ടാണ് അത് നടക്കാതെ പോകുന്നത്. എന്നാൽ ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ കാര്യം നടന്നിരിക്കും. അതുകൊണ്ട് കർത്താവിന്റെ കൈ കെട്ടിക്കളയുന്ന ഏറ്റവും വലിയ പ്രയാസകരമായ ഒരു കാര്യമാണ് കർത്താവിനെ അവിശ്വസിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, യേശു കർത്താവിൻ്റെ പ്രവൃത്തിയിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 2-3 വചനങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ യേശു കർത്താവിനെ കുറിച്ച് ചില ആളുകളുടെ അഭിപ്രായങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. യേശുവിനെ കുറിച്ച് പറയുന്നത്, ഇവൻ തച്ചൻ്റെ മകനാണ്, ഇവൻ മറിയയുടെ മകനല്ലയോ, പിന്നെ എന്താ പറയുന്നത്, ഇവൻ്റെ സഹോദരന്മാർ ഇന്ന ആളുകളാണല്ലോ, ഇവന് സഹോദരിമാരും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ എന്നിട്ട് പറയുകയാണ്, എന്നിട്ട് ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വലിയ വീര്യപ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത്തരം വലിയ കാര്യങ്ങളൊക്കെ ഇവൻ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു? ഇവനൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയല്ലേ, ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയല്ലേ എന്ന് പറഞ്ഞിട്ട് അവങ്കൽ അവർ ഇടറിപ്പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെയല്ലേ വചനം ലാസ്റ്റ് പോർഷൻ അങ്ങനെയല്ലേ കാണുന്നത്? അവങ്കൽ അവർ ഇടറിപ്പോയി. ഹല്ലേലൂയ. ചില സമയത്ത് ഇത്തരത്തിൽ സ്വാഭാവികമായിട്ടുള്ള ചില അറിവുകൾ, അല്ലെങ്കിൽ എന്താ പറയുക, നാച്ചുറലായിട്ട് മാനുഷികമായിട്ടുള്ള ചില അറിവുകൾ നിമിത്തമായിട്ട് എന്ത് സംഭവിക്കുന്നറിയാമോ? നമ്മുടെ അകത്ത് വലിയൊരു അവിശ്വാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഈ പറയുന്ന ഒരു സാധാരണ വ്യക്തിയല്ലേ, ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ വ്യക്തിയല്ലേ, ഈ പുള്ളി പണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 40 വർഷങ്ങൾക്ക് മുമ്പ് ഈ പുള്ളി എന്തായിരുന്നു ഞങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ എന്ന് പറയുന്ന ആ ചിന്തയിൽ നിന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ജനത്തിന് യേശുവിൽ വിശ്വസിക്കാൻ സാധിച്ചില്ല. ആ അവിശ്വാസം നിമിത്തമായിട്ട് അവിടെ യേശുവിന് ഒരു അത്ഭുതവും ചെയ്യാൻ പറ്റാതെയായിപ്പോയി. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, അവിശ്വാസം കർത്താവിൻ്റെ കയ്യെ കെട്ടിക്കളയുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ കർത്താവിനെ ലോക്ക്ഡപ്പാക്കി കളഞ്ഞു, കർത്താവിനെ പൂട്ടിക്കെട്ടിക്കളഞ്ഞു. അതുകൊണ്ട് അവിടെ പറയുകയാണ്, അത് നിമിത്തമായിട്ട് അവൻ ഒരത്ഭുതവും അവിടെ ചെയ്യാൻ പറ്റിയില്ല. അവരുടെ അവിശ്വാസം നിമിത്തം ഒരത്ഭുതവും അവിടെ ചെയ്യാൻ പറ്റിയില്ല, ഒരു രോഗസൗഖ്യവും അവിടെ ചെയ്യുവാനായിട്ട് പറ്റിയില്ല. ദൈവത്തിൻ്റെ എന്താ പറയുക, കരുതൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രൊവിഷൻസ്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാക്കി കളയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് എപ്പോഴും നീരസത്തോടെ പറഞ്ഞത്, അവിശ്വാസവും വക്രതയുമുള്ള തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളോടുകൂടി ഇരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. കർത്താവ് ഒരിക്കലും അവിശ്വാസമുള്ള വ്യക്തികളുടെ കൂടെ ഇരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, അവിശ്വാസമുള്ള വ്യക്തിയെ കർത്താവിന് ഇച്ചിരി ഇഷ്ടക്കേടുണ്ട്. ആ വ്യക്തിയോട് ഇച്ചിരി ഇഷ്ടക്കേടുണ്ട്. ഞാൻ പച്ച മലയാളത്തിലാണ് പറയുന്നത്. ഇച്ചിരി വിഷമമുണ്ട് കർത്താവിന്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ള അറിവ് എല്ലായ്പ്പോഴും നമ്മുടെ അകത്തേക്ക് അവിശ്വാസത്തെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നും, ഓ ഇത് സാധാരണ രീതിയിൽ നടക്കുന്ന ഒരു കാര്യമല്ലേ, ഇതിനൊക്കെ ഇത്രയൊക്കെയല്ലേ നടക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ അകത്തേക്ക് വലിയ അവിശ്വാസത്തെ കൊണ്ടുവരാറുണ്ട്. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ ആ പരിധികൾക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് നമ്മുടെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് ചില പരിധികൾ നമ്മൾ വെക്കാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് ചില പരിധികൾ നമ്മൾ വെക്കും. നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട്, ഓ ഇതിങ്ങനെ പോയാലും ഇത്രയൊക്കെ നടക്കാനായിട്ട് പോകുന്നുള്ളൂ, ഓ ഇത്രയും വർഷം 10-20 വർഷമായി ഞാൻ ഈ സഭയ്ക്കകത്ത് നിൽക്കുന്നു, അതുകൊണ്ട് ഇന്നതൊക്കെ ഇവിടെ നിന്ന് എന്തൊക്കെ വിളിച്ച് പറഞ്ഞാലും ഇതൊക്കെ ഫൈനലി ഇത്രയൊക്കെ എത്തിച്ചേരാനായിട്ടേ പോകുന്നുള്ളൂ.
നമ്മൾ അറിയാതെ നമ്മുടെ ഒരു വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ചില പരിധികൾ നമ്മൾ വെക്കും. ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളോടും പറയട്ടെ, നിങ്ങൾ ഓരോരുത്തരും ഈ ദൈവാലയത്തിൻ്റെ കല്ലുകളാണ്, ജീവനുള്ള കല്ലുകളാണ്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് 20 വർഷമായിട്ടോ 25 വർഷമായിട്ടോ ഈ സഭയ്ക്കകത്ത് നിൽക്കുന്ന വ്യക്തികൾ ഇത്തരത്തിലുള്ള പരിധികൾ നിങ്ങൾ വെക്കുകയാണെങ്കിൽ ഈ സഭയുടെ വളർച്ചയെ അത് ബാധിക്കും. അതേത് ബ്ലെസ്സിംഗ് ടുഡേ സഭയുടെ വളർച്ചയും അത് ബാധിക്കും. അതുകൊണ്ട് വർഷങ്ങളായിട്ട് വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ള ഓരോ വിശ്വാസികളെയും ഞാൻ പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. വ്യൂ പോയിന്റിലൂടെ വെച്ചിട്ടുള്ള പരിധികളെ എടുത്തു മാറ്റുക, അതിൻ്റെ തടസ്സങ്ങളെ എടുത്തു മാറ്റുക. തടസ്സങ്ങളായി മാറാതെ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ചാലുകളായിട്ട് ഒഴുകുവാൻ തക്കവിധം ഈ 2024 ഒരു പുത്തൻ ഉണർവിലേക്ക് നമുക്ക് എല്ലാവർക്കും മാറ്റപ്പെടാം. ഹല്ലേലൂയ. എത്ര പേർ ചേർന്ന് ഉറക്കൊരു ഹല്ലേലൂയ പറയും? ചില സമയത്ത് നമ്മൾ എന്താ പറയുക, നമ്മുടെ ഒരു പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകൾക്കകത്ത് കർത്താവ് പ്രവർത്തിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പ്രാർത്ഥനയിൽ പോലും നമ്മൾ ചിലപ്പോൾ പറയുന്നത് നമ്മുടെ പ്രതീക്ഷകളാണ്, അല്ലേ? ദൈവമേ, എൻ്റെ മോന് ഒരു വിസ കൊടുത്തേക്കണേ. വിസ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ജോലിക്ക് കയറും. ജോലിക്ക് കയറി കഴിഞ്ഞതിന് ശേഷം ഒരു പെണ്ണ് കെട്ടിക്കും. പെണ്ണ് കെട്ടി കഴിയുമ്പോൾ രണ്ടുപേരും കൂടെ അവിടെ അങ്ങോട്ട് ജീവിക്കും. അവിടെ അങ്ങ് സെറ്റിലായി കഴിയുമ്പോഴത്തേനും എനിക്ക് അന്നേരം ഒരു 10-70 വയസ്സാകുമ്പോഴത്തേനും എനിക്കും അങ്ങോട്ട് പോയി താമസമൊക്കെ ആക്കാം. നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, നമ്മുടെ ഒരു പ്ലാൻ ഉണ്ട്. അതിനകത്ത് കർത്താവിനെ കൊണ്ടുവന്ന് വെക്കാൻ പലപ്പോഴും നമുക്കൊരു ടെൻഡൻസി ഉണ്ട്. അത് പ്രാർത്ഥനയുടെ ഫോമിൽ നമ്മൾ ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ട്, നമ്മുടെ പ്രതീക്ഷകൾ അനുസരിച്ചിട്ട്, നമ്മുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചിട്ട് ആണ് നമ്മുടെ ദൈവം പ്രവർത്തിക്കേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദൈവം ഒരു ജാതീയ ദൈവം പോലെ ഒരു ചോട്ടാ ദൈവമായിരിക്കും. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം. എൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച്, എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച്, ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ സെൻറ്റൻസ് അനുസരിച്ചിട്ട് തന്നെ എൻ്റെ ദൈവം പ്രവർത്തിക്കണം എന്ന് വാശി പിടിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഞാണിന്മേൽ കളിക്കുന്ന ഒരു ചോട്ടാ ദൈവമായിരിക്കും നിങ്ങളുടെ ദൈവം. എന്നാൽ ഓർക്കുക, നമ്മുടെ പ്രതീക്ഷകളെക്കാളും നമ്മുടെ ആഗ്രഹത്തെക്കാളും ഒക്കെ ഉന്നതമായിട്ടുള്ള ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമാണ് നമ്മുടെ കർത്താവിനുള്ളത്. അതുകൊണ്ടാണ് യെശയ്യാവിന്റെ പുസ്തകത്തിൽ അങ്ങനെ വിളിച്ചു വരുന്ന 55-ാം അധ്യായം അതിൻ്റെ 8-9 വചനങ്ങളിലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത്? നിങ്ങൾ എന്താണ്, നിന്റെ വഴികൾ അല്ല എൻ്റെ വഴികൾ, എൻ്റെ വിചാരങ്ങളല്ല നിന്റെ വിചാരങ്ങൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിന്റെ വിചാരങ്ങളും നിന്റെ വഴികളും അതിനേക്കാൾ മുകളിലാണ് എൻ്റെ വഴികളും എൻ്റെ വിചാരങ്ങളും എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ എക്സ്പെക്റ്റേഷൻ അകത്ത് നമ്മുടെ ദൈവത്തെ കൊണ്ടുവന്നിരുത്തുന്ന ഒരു പരിധി നമ്മുടെ കർത്താവിന് വെക്കരുത്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നമ്മുടെ ഒരു കഴിവുണ്ടായിരിക്കും. നമ്മുടെ കുടുംബാംഗങ്ങളെ വെച്ച് തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമുണ്ടായിരിക്കും. പക്ഷെ അതിനേക്കാൾ വലുത് സംഭവിക്കുന്നുണ്ടെങ്കിൽ നിന്റെ വലിയവനായ ദൈവം നിന്റെ കൂടെ പ്രവർത്തിക്കുന്നു എന്നാണ് അർത്ഥം. മറ്റുള്ളവരെ പോലെ തന്നെ സെയിം കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതെങ്കിൽ ഒരു സ്വാഭാവികമായിട്ട് അതൊരു ജാതീയ ദേവനോട് പോലും പ്രാർത്ഥിച്ചാൽ നടക്കുന്ന കാര്യമാണ് സംഭവിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ, നിങ്ങൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായിട്ട് ചെയ്യുവാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവം എന്ന് വിശ്വസിച്ചുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തിന് പരിധികൾ വെക്കാതെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ദൈവ പ്രവർത്തികൾ നടക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കുമില്ലാത്ത പദവിയിലേക്കാണല്ലോ ഇവൾ ഉയർന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് നിന്റെ ദൈവം വലിയവനെന്ന് ആളുകൾ പറയും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾ നോക്കിയിട്ട് പറ, നിന്റെ ദൈവം പ്രവർത്തിക്കുന്നത് ഒരു സാധാരണ കാര്യമല്ല, ആർക്കും നടക്കാത്ത അസാധാരണ കാര്യങ്ങൾ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുകയാണ്. 5 വർഷമായി വിശ്വാസത്തിലേക്ക് വന്നെങ്കിൽ, 10 വർഷമായി വിശ്വാസത്തിലേക്ക് വന്നെങ്കിൽ, നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നവരുടെ നടുവിൽ നിങ്ങൾ സേവിക്കുന്ന ദൈവം വലിയതാണെന്ന് അവൻ തെളിയിച്ചിരിക്കും. ഹല്ലേലൂയ. വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് അല്ല ദൈവം പ്രവർത്തിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമാണ് നിങ്ങളുടെ കർത്താവ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ഈ പഴയ നിയമത്തിൽ ഒരു
നാമാൻ എന്ന് പറഞ്ഞിട്ട്, നയമാൻ എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരു കുഷ്ഠരോഗിയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം അരാം സൈന്യത്തിൻ്റെ ഒരു പടനായകനോ സൈന്യത്തലവനോ ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം മൊത്തം കുഷ്ഠം വന്നു. കുഷ്ഠം വന്ന സമയത്ത് പുള്ളിക്കാരന് ആരോ പറഞ്ഞു, ഇങ്ങനൊരു എലീശയാണെന്ന് തോന്നുന്നു, എലീശ എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകന്റെ അടുക്കൽ നിങ്ങൾ പോവുകയാണെങ്കിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗഖ്യം കിട്ടും എന്ന് പറഞ്ഞു. പക്ഷേ അരാം സൈന്യം എന്ന് വെച്ചാൽ ഇസ്രായേൽ സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ആളുകളാണ്, ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന. അപ്പം നേരെ അങ്ങോട്ട് പോകാനൊന്നും പറ്റത്തില്ല, കാരണം പിടിച്ച് കെട്ടി പൂട്ടിക്കളയും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം, വലിയ റെക്കമെൻഡേഷൻ ലെറ്ററിന് വേണ്ടി അരാം രാജാവിൻ്റെ ഒരു റെക്കമെൻഡേഷൻ ലെറ്ററൊക്കെ എടുത്ത്, അല്ലേ, വേറെ ശത്രു രാജ്യത്തോട്ട് പോവല്ലേ, അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു റെക്കമെൻഡേഷൻ ലെറ്ററൊക്കെ എടുത്തു. അങ്ങനെ ലെറ്ററൊക്കെ മേടിച്ചിട്ട് ആ ലെറ്ററാണ് ആദ്യമേ തന്നെ അയക്കുന്നത്. ആരുടെ അടുത്തോട്ട്? ഈ പ്രവാചകൻ്റെ അടുത്തോട്ട് അയക്കുക. ഇങ്ങനെ ആരാം രാജാവ് എഴുതുകയാണ്, എൻ്റെ സൈന്യാധിപനായിരിക്കുന്ന നയമാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇങ്ങനൊരു കുഷ്ഠരോഗമുണ്ട്, അതുകൊണ്ട് ഇസ്രായേൽ രാജാവേ, നിങ്ങളുടെ നാട്ടിൽ സൗഖ്യം വരുത്തുന്ന ഒരു പ്രവാചകനുണ്ട് എന്ന് ഞങ്ങൾ കേൾക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഞാൻ അയക്കുന്ന ഈ വ്യക്തി ഒന്ന് അയക്കണം, റെക്കമെൻഡ് ചെയ്യുകയാണ് ഞാൻ. പ്രത്യേകിച്ച് യുദ്ധ നടപടികളൊന്നും ചെയ്യരുത്, ഇത് വളരെ സമാധാനപരമായ സഖ്യതയുടെ ഒരു കത്താണിത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കത്തൊക്കെ അയക്കുകയാണ്. കത്തൊക്കെ അയച്ച സമയത്ത് ഈ വരാൻ പറഞ്ഞു, വന്നു. നയമാൻ്റെ ആളാണ് അവിടെ ചെന്നത്. നയമാൻ്റെ ആൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഈ പ്രവാചകനെ കണ്ടു കഴിഞ്ഞപ്പം പ്രവാചകൻ പറഞ്ഞു, പുള്ളിക്കാരനോട് ഇങ്ങോട്ടൊന്നും വരാനൊന്നും പറയണ്ട, എന്ത് ചെയ്യാണ്, ഇവിടെ അടുത്തൊരു നദിയുണ്ട്, യോർദാൻ എന്നാണ് ആ നദിയുടെ പേര്. ആ നദി പോയിട്ട് അങ്ങ് മുങ്ങി കുളിച്ചങ്ങ് പൊങ്ങി പോന്നാൽ മതി, സൗഖ്യമായിരിക്കും എന്ന് പറഞ്ഞു. ഇത് ഈ ബാല്യക്കാരൻ, ഈ നയമാൻ എന്ന് പറയുന്ന വലിയ സൈന്യത്തലവൻ്റെ ബാല്യക്കാരൻ അവിടെ നയമാൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, പ്രത്യേകിച്ച് വലിയ മരുന്നൊന്നും പറഞ്ഞില്ല, ആകെ പോയിട്ട് എന്ത് ചെയ്താൽ മതി, എന്താ പറയുക, ആ യോർദാനിൽ പോയി ഒന്ന് മുങ്ങിയാൽ മതി എന്നാ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ നയമാന് ഭയങ്കര ദേഷ്യം വന്നു. നയമാൻ പറഞ്ഞു, ഇത് എന്തിടപാടാണ് ഈ പരിപാടിയൊക്കെ, ഇതൊന്നും നടക്കുന്ന പരിപാടിയല്ല. സാധാരണ രീതിയിൽ ഞങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടുള്ളത്, ഒരു പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞാൽ അവൻ കൈ ഇങ്ങനെ ആട്ടി, അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്, കൈയൊക്കെ ഇങ്ങനെ ആട്ടി യഹോവയുടെ നാമത്തിൽ ഞാൻ പറയുന്നു നിനക്ക് സൗഖ്യമാകുക എന്ന് പറഞ്ഞ് എന്നെ സൗഖ്യമാക്കുന്ന പറഞ്ഞത്. പകരം ആ ചെളിവെള്ളമുള്ള യോർദാനിൽ പോയി യോർദാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും കലങ്ങി മറിഞ്ഞ് ഒഴുകുന്ന ഒരു സ്ഥലം, ഒരു റിവറാണ്. അതുകൊണ്ട് പറയുക, ഈ ചെളി ഒഴുകുന്ന ഈ നദിയിൽ പോയി മുങ്ങാനാണോ പറയുന്നത്? ഇതെന്തെങ്ങനെ സാധ്യമാകുന്നു? ഇതിനേക്കാൾ നല്ല മനോഹരമായിട്ടുള്ള അബാനയും പർപ്പരയും എന്നൊക്കെ പറയുന്ന വളരെ മനോഹരമായ നദികൾ ഞങ്ങളുടെ നാട്ടിലൂടെ ഒഴുകുന്നുണ്ടല്ലോ, പിന്നെ എന്തിനെ എന്നെ ഈ ചെളിവെള്ളത്തിൽ പോയി കുളിക്കണം, ഞാൻ ചെളിവെള്ളത്തിൽ പോയി മുങ്ങണം? പക്ഷേ അവൻ്റെ വീട്ടിലൊരു വേലക്കാരത്തി ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞിട്ടാണ് ഇത് വന്നത് തന്നെ. പക്ഷെ കൂടെ നിന്ന വേലക്കാരത്തിയും കൂടെ നിന്ന ബാല്യക്കാരും എല്ലാവരും ചേർന്നിട്ട് അവനെ ഒന്ന് ഉപദേശിച്ചു. ഏതായാലും ഒരു പ്രവാചകൻ പറഞ്ഞതല്ലേ, പോയി ഒന്ന് മുങ്ങി നോക്ക്. അപ്പോൾ വീണ്ടും നയമാന് ദേഷ്യം. ഞാൻ ഓർത്തു എൻ്റെ കുഷ്ഠത്തിൻ്റെ മുകളിൽ അയാളുടെ കൈ ഇങ്ങനെ ആട്ടിയിട്ട് എന്നെ സൗഖ്യമാകും, എൻ്റെ ഈ കുഷ്ഠമെല്ലാം അപ്പം തന്നെ സൗഖ്യമാകും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചു? മനസ്സോടെ അയാൾ എന്ത് ചെയ്തു? ആ യോർദാൻ നദിയിലേക്ക് ചെന്ന്, അയാൾ അങ്ങനെ ഒരു ജാതീയനായിട്ടുള്ളൊരു സൈന്യ തലവനാണ്, ഇസ്രായേൽക്കാരൻ പോലുമല്ല. അയാൾ ആ വെള്ളത്തിലിറങ്ങി അയാൾ പൊങ്ങി വന്നു കഴിഞ്ഞ ഉടൻ നോക്കിയപ്പോൾ ശരീരം ആസകലമുള്ള കുഷ്ഠം കാണാനില്ല. ഇനി അതുമാത്രമല്ല, ബൈബിളിലെ കാര്യമാണ്, വലിയ കാര്യം, വലിയ പോയിന്റ് ഒന്നുമല്ല ഞാൻ പറയുന്നത്, വലിയ ഒന്നുമല്ല, ജസ്റ്റ് ബൈബിളിലെ കാര്യം. പക്ഷേ ഒരു പ്രത്യേകത വന്നു, അവിടെ എഴുതിയിരിക്കുന്നുണ്ട്, അവൻ്റെ ശരീരം ഒരു ചെറിയ ബാലൻ്റെ ത്വക്ക് പോലെ, ദേഹം പോലെ മാറ്റപ്പെട്ടു. ഇവിടെയാണ് ശരിക്കും പറഞ്ഞ കാര്യം കിടക്കുന്നത്. ഹല്ലേലൂയ. അയാളുടെ എക്സ്പെക്ടേഷൻ എന്തായിരുന്നു? ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈയൊന്ന് ആട്ടും, അപ്പോൾ തന്നെ എൻ്റെ കുഷ്ഠമൊക്കെ സൗഖ്യമാകും എന്നുള്ളതാണ്. എന്നാൽ കർത്താവിൻ്റെ പ്ലാൻ എന്തായിരുന്നു? ആ വെള്ളത്തിൽ ഇറങ്ങി അവൻ പൊങ്ങിക്കഴിയുമ്പോൾ അവൻ്റെ ചുമ്മാ കുഷ്ഠം മാത്രമല്ല, അവൻ്റെ ദേഹം, അവൻ്റെ സ്കിന്നിന് അപ്പാടെ ഒരു വലിയ പരിവർത്തനം കൊടുത്തിട്ട് ഒരു ബാലൻ്റെ സ്കിൻ പോലെ ആക്കി തീർക്കണം. ഹല്ലേലൂയ. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ എക്സ്പെക്ടേഷന് അപ്പുറം പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത്. നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച്, നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് നമ്മുടെ കർത്താവ് പ്രവർത്തിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ കർത്താവിനെ നിങ്ങളൊരു കൊച്ചു ദൈവമാക്കി കളയുക. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, നമ്മുടെ കർത്താവിനെ ഒരു കൊച്ചു ദൈവമാക്കി കളയല്ലേ. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾക്ക് എന്ത് ചെയ്യണം എന്നറിയാമോ? വിശ്വാസത്തിനനുസരിച്ചിട്ട് നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരുത്തണം.
ശരിയായ വിശ്വാസത്തിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കണം. യേശു കർത്താവിന്റെ അടുക്കൽ 2 കുഷ്ഠരോഗികൾ ഒരിക്കൽ കടന്നു വന്നു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2 കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നു. യേശുവിന്റെ അടുക്കിലേക്ക് വന്നിട്ട് അവർ കുഷ്ഠരോഗികളായിട്ടുള്ള 9-ാം അധ്യായം 28-ാമത്തെ വചനം അവർ പറയുന്ന ഒരു കാര്യം ഇതാണ്: കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ, ഹാവ് മേഴ്സി ഓൺ us, ഞങ്ങളുടെ അടുത്ത് കരുണ കാണിക്കണമേ എന്ന് പറയുകയാണ്. ഈ സമയത്ത് കർത്താവ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഡു യു ബിലീവ് ദാറ്റ് ഐ ക്യാൻ ഏബിൾ ടു ഡു ദിസ് മിറക്കിൾ? നിങ്ങൾക്ക് ഈ ഒരു അത്ഭുതം എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. എന്ന് വെച്ചാൽ കർത്താവ് ചോദിക്കുകയാണ്, എൻ്റെ പരിധി, എനിക്കൊരു പരിധി വെച്ചുകൊണ്ട് ബാക്കി നാട്ടുകാർക്കൊക്കെ കൊടുത്ത പോലെ ഒരു കാര്യം നടക്കും എന്നൊരു എക്സ്പെക്റ്റേഷൻ ആണോ, അതോ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു കാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുകയാണ്. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ടൊന്ന് പറഞ്ഞേ, കർത്താവിന് സ്പെഷ്യലായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെ വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, കർത്താവിന്റെ മുൻപിൽ അവിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യത്താൽ അവന് പരിധി വെക്കരുത്. നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ടല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്. കർത്താവിന്റെ വിചാരങ്ങളും ചിന്തകളും നമ്മുടെ വിചാരങ്ങളെക്കാളും നമ്മുടെ ചിന്തകളെക്കാളും ഉയർന്നിരിക്കുന്നത് കൊണ്ട് ആ തലത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. എത്ര പേർ ചേർന്നുറക്കൊരു ഹല്ലേലൂയ പറയും? ചില സമയത്ത് നമ്മുടെ മനസ്സിനകത്ത് ചില പരിധികൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിങ്ങനെയൊക്കെ പോകുള്ളൂ. സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കുന്ന കാര്യം എങ്ങനെയാണ് ഇങ്ങനെ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുള്ളത്? നമ്മുടെ മുകളിൽ ഉള്ള ആളുകൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുകളിൽ ഈ കേരളക്കരയിൽ പ്രസംഗിക്കുന്ന സ്ത്രീകൾ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ പാറ്റേൺ ഫോളോ ചെയ്യാനാണ് എനിക്ക് നോർമലി ഒരു ടെൻഡൻസി ഉണ്ടാവുന്നത്. പക്ഷേ ആ പാറ്റേൺ ഫോളോ ചെയ്യാതെ പുതിയൊരു പാറ്റേണിലേക്ക് ആ പരിധികളെ പൊട്ടിച്ച് ഞാൻ പുറത്തിറങ്ങുമ്പോഴാണ് പുതിയൊരു തലമുറയ്ക്ക് എനിക്ക് സാക്ഷ്യമാകുവാൻ അല്ലെങ്കിൽ എനിക്ക് മാതൃകയാകാൻ സാധിക്കുന്നത്. ഒരു പുതിയ തലമുറയ്ക്ക് മുൻപിൽ എനിക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നമ്മൾ കണ്ടുവന്നിട്ടുള്ള പാറ്റേണുകൾ, നമ്മൾ കണ്ടുവന്നിട്ടുള്ള രീതികൾ, നമ്മൾ അനുശാസിക്കുന്ന ചില കാര്യങ്ങൾ, അത് തന്നെ തുടരുവാൻ നമുക്കൊരു പ്രവണതയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ആ പ്രവണതകളെ അല്ലെങ്കിൽ ആ ലിമിറ്റേഷൻസിനെ നമ്മൾ അൺലേണിംഗ് നടത്താൻ, നമ്മുടെ പാസ്റ്റർ പഠിപ്പിച്ചൊരു വാക്കാണത് അൺലേണിംഗ്. അതിനെ ഒന്ന് മാറ്റിപ്പിടിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. അതിനെ മാറ്റിപ്പിടിച്ച് ചിന്തിക്കുന്നിടത്താണ് ദൈവപ്രവൃത്തികൾ സാധാരണയായിട്ട് അതിശക്തമായിട്ട് നടക്കുവാനായിട്ട് പോകുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, പരിധികളെ പൊളിച്ചെഴുതുവാനും പരിധികളെ പൊളിച്ചടക്കുവാനും നമുക്ക് സാധിക്കണം. ഞാൻ ആദ്യമേ മുതൽ പറയുക, നമ്മളാ പലപ്പോഴും ഈ പരിധികൾ വെക്കുന്നത്, നമ്മൾ തന്നെ ആ തടസ്സങ്ങൾ, നമ്മൾ വെച്ചിരിക്കുന്ന ആ തടസ്സങ്ങളെ പൊളിച്ചെഴുതാനും പൊളിച്ചടക്കാനും നമുക്ക് സാധിക്കുന്നിടത്ത് നമ്മുടെ ശരിയായ യാത്ര ആരംഭിക്കും. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിൽ നമ്മൾ നിന്നു പോകുകയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് വിശ്വാസത്തിലേക്ക് വന്ന ചില ആളുകൾ, 5 വർഷമായിട്ട് വിശ്വാസത്തിലേക്ക് വന്ന ചില ആളുകൾ, എവിടേക്കോ ചില സ്ഥലത്ത് നിങ്ങളിപ്പോൾ കൂടാരം അടിച്ച് അവിടെ കിടക്കുകയാണ്. അവിടെ നിന്ന് കൂടാരത്തിന്റെ കുറ്റി പറിച്ച് നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങേണ്ട വർഷമാണ് 2024 എന്ന് പറയുന്നത്. അതിനൊരു അൺലേണിംഗ് ആവശ്യമുണ്ട്. കഴിഞ്ഞ 10 വർഷം മുമ്പ് ചിലപ്പോൾ ഒരു പക്ഷേ നടത്തിയ വിധങ്ങളും മാർഗങ്ങളും അല്ല ഇനി അങ്ങോട്ടൊരു വലിയ ഉണർവിന് വേണ്ടി, കൊയ്ത്തിന് വേണ്ടി ആവശ്യമായിരിക്കുന്നത്. അതിലേക്ക് കയറാൻ ബ്ലെസ്സിംഗ് ടുഡേയുടെ ലീഡർഷിപ്പിന് സാധ്യമാകണം. ബ്ലെസ്സിംഗ് ടുഡേയുടെ വിശ്വാസികൾക്ക് സാധ്യമാകണം. ബ്ലെസ്സിംഗ് ടുഡേയുടെ ഇന്റർസെസേഴ്സ് ആർമിക്ക് സാധ്യമാകണം. ബ്ലെസ്സിംഗ് ടുഡേയുടെ എല്ലാ വിഭാഗക്കാർക്കും സാധ്യമാകണം. അങ്ങനെ സാധ്യമാകുന്നിടത്ത് ഒരു വലിയ ഉണർവ് നടക്കും, ഒരു വലിയ കൊയ്ത്തുണ്ടായിരിക്കും. ഹല്ലേലൂയ. ബൈബിളിൽ നമുക്ക് ഒരു സ്ത്രീയെ കുറിച്ച് അറിയാം, മാർത്തയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു തോന്നൽ എന്താണെന്നറിയാം? മാർത്ത ആരാ? ഒത്തിരി പരാതി പറയുന്ന ഒരു സ്ത്രീ അല്ലേ? സ്ത്രീകൾക്കൊരു പര്യായം പോലെ ആളുകൾ അങ്ങ് പറഞ്ഞു കളയും മാർത്തയുടെ ലൈഫായിട്ട്. അങ്ങനെയല്ല, എല്ലാ സ്ത്രീകളും അങ്ങനെ പരാതി പറഞ്ഞു നടക്കുന്ന സ്ത്രീകളൊന്നുമല്ല. ശരിയല്ലേ? അല്ല. ചില സ്ത്രീകൾ പരാതി പറയും, എല്ലാവരും അങ്ങനെ പരാതി പറയുന്നവരല്ല. മാർത്ത ഒരു പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീയായിരുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അടുക്കളയായിരുന്നു അവളുടെ മാക്സിമം ഒരു പരിധി. അവളുടെ വീടും അടുക്കളയും.
അത് വിട്ടിട്ട് ആ പരിധി പൊളിച്ചിറങ്ങാൻ അവൾക്ക് പറ്റത്തില്ലായിരുന്നു. അടുക്കളയ്ക്കകത്താണ് അവളുടെ ജീവിതം മൊത്തം, അല്ലെങ്കിൽ ആ വീട്ടിനകത്താണ് അവളുടെ ജീവിതം മൊത്തം. അതുകൊണ്ട് തന്നെ അവൾ പറയുകയാണ്, എൻ്റെ സഹോദരി എന്നെ സഹായിക്കുന്നില്ല, കർത്താവെ നിനക്ക് പ്രത്യേകിച്ച് വിചാരമൊന്നും ഇല്ലയോ എന്നൊക്കെ കർത്താവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, അല്ല മാർത്തേ, അധികം നീ കഷ്ടപ്പെടണ്ട, അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. ആരോ പറഞ്ഞു ഒരു കറി മതി എന്ന് പറഞ്ഞു, എന്തായാലും കുഴപ്പമില്ല, ട്രാൻസ്ലേഷൻ എങ്ങനെ വേണമെങ്കിലും പൊക്കോട്ടെ. അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി, ഓക്കെ. പക്ഷേ നീ മറിയെ പോലെ നല്ല അംശം തിരഞ്ഞെടുക്കാൻ വേണ്ടി കർത്താവ് അവളോട് ആവശ്യപ്പെട്ടു. പലപ്പോഴും നമ്മൾ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവിടെ കൊണ്ട് മാർത്തയുടെ ലൈഫിൽ ഒരു ഫുൾ സ്റ്റോപ്പിലാണ് നമ്മൾ പ്രസംഗങ്ങളും ആളുകൾ പൊതുവെ സംസാരിക്കുന്നത്. പക്ഷെ മാർത്ത ഭയങ്കര മിടുക്കിയായിരുന്നു. അവൾ ആ ഒരു അൺലേണിംഗ് പ്രോസസ്സിലേക്ക് അവൾ പെട്ടെന്ന് ചാടിക്കയറി എന്നുള്ളതാണ്. അന്ന് വരെ ഉണ്ടായിരുന്ന ആ പരിധിയെ അവൾ പൊളിച്ചെഴുതി അല്ലെങ്കിൽ പൊളിച്ചടക്കി ഒരു പുതിയ തലത്തിലേക്ക് ഇറങ്ങാൻ അവൾ തയ്യാറായിരുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. അത് കാണാൻ സാധിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ്. അവിടെ നമുക്ക് കാണുന്ന മാർത്തയുടെ സഹോദരനായ ലാസർ മരിക്കുന്ന കാണാം. 4 ദിവസമായിട്ടും കർത്താവ് വന്നില്ല. 4-ാം ദിവസം നാറ്റം വെച്ചു, അതായത് അടക്കൊക്കെ കഴിഞ്ഞു, നാറ്റം വെച്ച് തുടങ്ങിയപ്പോഴാണ് കർത്താവ് വരുന്നത്. കർത്താവോട് വരുന്ന സമയത്ത് 11-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 27-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് അവളോട് പറയുകയാണ്, നീ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞ സമയത്ത് മാർത്തയുടെ ഒരു സ്റ്റേറ്റ്മെന്റ്, അതിനു മുമ്പ് കർത്താവിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് പറയുന്ന കർത്താവിൻ്റെ ഐ ആം സ്റ്റേറ്റ്മെന്റിൽ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. കർത്താവിൻ്റെ ഒരു വലിയ പ്രഖ്യാപനം അവിടെ നടത്തുക. ആ പ്രഖ്യാപനത്തിന് ശേഷം അതിൻ്റെ 26, 27 വചനങ്ങളിലേക്ക് വരുമ്പോൾ ഒന്ന് സ്ക്രീനിലേക്ക് നോക്കിയാലും നോക്ക്. 27, ഒവ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അവളുടെ ഒരു സ്റ്റേറ്റ്മെന്റ്, അവളുടെ ഒരു പ്രഖ്യാപനം കണ്ടോ? ഈ ലോകത്തിലേക്ക് വരാൻ പോകുന്ന ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ, ഈ ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് പറയുന്ന ഈ സെന്റൻസ് വേറെ ആരോടെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ മനസ്സിലോട്ട് പെട്ടെന്ന് വരുന്നുണ്ടോ? ആരാണ്? പത്രോസ്. കർത്താവ് ചോദിക്കുകയാണ്, ലോകക്കാർ ഞാൻ ആരാണെന്നാണ് പറയുന്നത്. അപ്പോൾ നീ വരുവാനുള്ള ഏലിയാവ്, നീ മോശ, ഇങ്ങനെ ഓരോ കഥകൾ ഇങ്ങനെ പറയുക, നാട്ടുകാർ മൊത്തം പറയുന്നത്. ഉടനടി കർത്താവ് ചോദിക്കുക, എന്നാ പിന്നെ നാട്ടുകാരുടെ കഥയൊക്കെ നിൽക്കട്ടെ, ഞാൻ ആരാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ച സമയത്ത് പത്രോസ് ചാടി വീണിട്ട് പറയാൻ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അത്രേ എന്ന് പറഞ്ഞു. അതേ വാക്ക് തന്നെ. ആ വാക്ക് കേട്ടപ്പോൾ പത്രോസിനെ കർത്താവ് ഒത്തിരി അഭിമാനിപ്പിച്ചു, അല്ലെങ്കിൽ ഒത്തിരി പ്രശംസിച്ചു. എന്താ പറഞ്ഞത്? ബെറിയോന ശിമോനെ, ഇത് ജഡരക്തങ്ങൾ മാംസരക്തങ്ങളല്ല നിന്നേക്കിത് വെളിപ്പെടുത്തിയിരിക്കുന്നത്, സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവനെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചു. ആ പത്രോസിന് കിട്ടിയ അതേ വെളിപ്പാടാണ് അടുക്കള എന്ന് പറയുന്ന പരിധിക്കകത്തുനിന്ന് പുറത്തിറങ്ങിയ മാർത്തയ്ക്ക് ഇപ്പോ കിട്ടിയിരിക്കുന്നത്. ഹല്ലേലൂയ. സഹോദരിമാരപ്പുറത്തിരിക്കുന്ന ഒരു സഹോദരി ഉണ്ടെങ്കിൽ ആ സഹോദരിയുടെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞേ, സഹോദരിമാരെ പറഞ്ഞേ, പരിധികൾ പൊട്ടിച്ചിറക്കിയാൽ ഇതുപോലുള്ള വെളിപ്പാടുകൾ സ്വീകരിക്കാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. നോക്കൂ, ആ പരിധികൾ അവൾ പൊട്ടിക്കുകയാണ്. അൺലേണിംഗിൽ അവൾ വിധേയപ്പെടുകയാണ്. വീണ്ടും അടുക്കള എന്ന് പറയുന്ന പരിധിക്കകത്തേക്ക്, പരാതി എന്ന് പറയുന്ന പരിധിക്കകത്തേക്കല്ല അവൾ പോയത്. അതിനെ പൊട്ടിച്ച് പുറത്തു വന്നപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിലേക്ക് അവൾ എത്തിച്ചേരുകയാണ്. ഹല്ലേലൂയ. അവൾ കണ്ടെത്തിയ, ഞാൻ ചിന്തിക്കുന്നത് അവൾ തിരിച്ചറിഞ്ഞ, എപ്പോൾ ഒരു വീട്ടിനകത്തൊരു അത്ഭുതം നടക്കണമെങ്കിൽ ആ വ്യക്തിക്കോ ആ വീട്ടിനകത്തുള്ള ഒരു വ്യക്തിക്കോ ക്രിസ്തുവിനെ കുറിച്ച് ലഭിക്കുന്ന വെളിപ്പാടിലാണ് ആ വ്യക്തിയുടെ രക്ഷയിരിക്കുന്നത്, ആ വീടിന്റെ രക്ഷയിരിക്കുന്നത്. അതുകൊണ്ടല്ലേ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് കിട്ടുന്ന വെളിപ്പാടിലാണ് ഒരു കുടുംബത്തിന്റെ രക്ഷയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, മാർത്തയ്ക്ക് ക്രിസ്തുവിനെ പ്രതി ലഭിച്ച ആ വെളിപ്പാടിലായിരുന്നു അവളുടെ വീട്ടിനകത്ത് മരണം മാറി അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ സാധ്യത ഉണ്ടായത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, നമ്മുടെ പരിധികളൊക്കെ നമുക്കൊന്ന് പൊട്ടിച്ചെറിയാം. പറഞ്ഞേ,
വേറൊരാളോട് പറ, നമ്മൾ ഒരിക്കലും ദൈവപ്രവൃത്തിക്ക് തടസ്സമാകരുത്. പറഞ്ഞേ, ഞാനും നിങ്ങളും ദൈവപ്രവൃത്തിക്ക് തടസ്സമാകരുത്. ഞാനും നിങ്ങളും ഈ വരാൻ പോകുന്ന വലിയ ഉണർവിന്, വലിയ കൊയ്ത്തിന് സാക്ഷ്യം വഹിക്കുകയല്ല, മറിച്ച് ആ കൊയ്ത് ഏറ്റെടുത്ത് കൊയ്തുകൊണ്ടിരിക്കുന്ന കൊയ്ത്തുകാരായി കർത്താവ് നമ്മളെ തീർത്തു വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ചേർന്നുറക്കൊരു ഹല്ലേലൂയ പറഞ്ഞാലും. മനുഷ്യൻ കൊടുക്കുന്ന പരിധികൾ. സാധാരണ ഇത് ദാവീദിനെ നോക്കുക. ദാവീദ് യുദ്ധത്തിന് പോവുകയാണ്. എന്നാ പിന്നെ നീ പോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഗോലിയാത്തിന്റെ കാര്യത്തിൽ ദാവീദിനെ നിയുക്തനാക്കുകയാണ്. അവിടെ എന്താ ചെയ്തത്? ശൗലിന്റെ പടച്ചട്ടയും ഉടുപ്പുകളൊക്കെ ദാവീദ് ഇടാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ദാവീദിന് അതൊന്നും പാകായില്ല. അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചത്? സാധാരണ രീതിയിൽ യുദ്ധത്തിന് പോകുമ്പോൾ ഒരു പടച്ചട്ടി ഇടണം, പിന്നെ അതിൻ്റെതായ എന്താ പറയുക വസ്ത്രവിധാനങ്ങളുണ്ട്, അതെല്ലാം ഇടണം. കയ്യിൽ പ്രത്യേകിച്ച് വാളുണ്ടാവണം, പരിചയം ഉണ്ടാകണം, കാലിൽ പ്രത്യേകിച്ച് ചെരുപ്പുണ്ടാകണം. ഇങ്ങനെ ഒത്തിരി ഉള്ള നിബന്ധനകൾ സാധാരണ രീതിയിൽ ഒരു യുദ്ധത്തിന് പോകുമ്പോൾ വേണം. അതനുസരിച്ചിട്ടാണ് അവർ പെരുമാറിയത്, അല്ലെങ്കിൽ അതനുസരിച്ചിട്ടാണ് ദാവീദിനോട് അത് കണിയാനായിട്ട് അവർ ആവശ്യപ്പെട്ടത്. പക്ഷെ ദാവീദ് അതൊന്നും അണിഞ്ഞപ്പോൾ നടന്നില്ല. ഹല്ലേലൂയ. കാരണം ദാവീദിനെ സംബന്ധിച്ച് സ്യൂട്ട് ആവുന്നത് ആ ഒരൊറ്റ കവണയും 5 കല്ലും മാത്രമേ ആയിരുന്നു. ഹല്ലേലൂയ. നോക്കൂ, അന്ന് വരെ അവിടെ ഉണ്ടായിരുന്ന യുദ്ധത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ വെച്ചിരുന്ന ഒരു പരിധി, അവരുടെ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്ടേഷൻസ്, അവിടെ ദാവീദിന്റെ ലൈഫിൽ ദാവീദ് പൊളിച്ചെഴുതി. ആ പൊളിച്ചെഴുതിയിടത്താണ് 5 കല്ല്, കല്ല്, കർത്താവിന്റെ കൃപ എന്റെ കൂടെയുണ്ട്, ഈ കൃപയിൽ ഒരു കല്ലെടുത്താ മതി, ഇവൻ താഴെ വീഴും എന്ന് പറയുന്ന ഉയർന്ന വിശ്വാസത്തിലാണ് അവൻ മുന്നോട്ട് പോയത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറ, പരിധികളെ നമുക്ക് പൊളിച്ചെഴുതണം. പറഞ്ഞേ, പരിധികളെ നമുക്ക് പൊളിച്ചെഴുതണം. ഹല്ലേലൂയ. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു 5 കല്ല് മതി, അത് മതി, ഒരു കവണ മതി, ഏറ്റവും ചെറുത് മതി. നമ്മുടെ കയ്യിൽ കർത്താവിൻ്റെ അനുഗ്രഹം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, അവൻ്റെ അഭിഷേകം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ അത് മതി ദൈവമക്കളെ ഒരു വലിയ ജയത്തിന് വേണ്ടിയിട്ട്. ഹല്ലേലൂയ. എപ്പോഴും മനസ്സിലാക്കുക, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. യഹോവയാലാണ് വൻ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. മറിയയെ ഒന്ന് നോക്കിക്കേ. നമ്മുടെ യേശു കർത്താവിൻ്റെ അമ്മ മറിയ ഒരു പെൺകുട്ടിയോട് പറയുക, നീ പ്രഗ്നൻ്റ് ആവാൻ പോവുക. അന്ന് വരെയുള്ള നാട്ടു നടപ്പിന് വിരോധമായിട്ടുള്ള ഒരു കാര്യമല്ലേ അത്, അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച്. പക്ഷെ മറിയ പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് മറിയ പറയുകയാണ്. നോക്കൂ, നാട്ടു നടപ്പിൽ വിരോധമായിട്ടുള്ള, അവിടെ മനുഷ്യൻ വെച്ചിട്ടുള്ള കുറെ പരിധികളും സാൻമാർഗികപരമായിട്ടുള്ള ചില പരിധികളുണ്ട്, ഇപ്പോഴുമുണ്ട്, ശരിയാണ്. പക്ഷേ അത് നിമിത്തമായിട്ട് വരാൻ പോകുന്ന വലിയ ഭവിഷ്യത്ത് എന്തായിരിക്കും എന്നുള്ളത് മറിയ ചിന്തിക്കുന്ന പോലുമില്ല. പകരം മറിയ എന്താ ചെയ്യുന്നത്? ഞാൻ സമ്മതിക്കുകയാണ് എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കയ്യിലോട്ട് അങ്ങ് സമ്മതിക്കുക ചെയ്തിട്ടുള്ളത്. അവൾ ആ പരിധി വിട്ട് പൊട്ടിച്ച് പുറത്തിറങ്ങാൻ തീരുമാനിച്ച അവിടെ നിന്ന് അവളുടെ രക്ഷ ആരംഭിച്ചു. അവളുടെ മാത്രം രക്ഷയല്ല, ഈ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷ ആരംഭിച്ചു. ഹല്ലേലൂയ. എല്ലാ സഹോദരിമാർക്കും ഒരു മാതൃകയാക്കിയിട്ട് അവൾ മാറ്റപ്പെട്ടു. അവൾ ഭാഗ്യവതി എന്ന് എല്ലാ കാലത്തുമുള്ള ജനങ്ങൾ, ഇപ്പോഴും നമ്മളത് പ്രസംഗിക്കുക, ഇന്നും പ്രസംഗിക്കുക. അവൾ ഭാഗ്യവതി എന്ന് പറഞ്ഞിട്ട് എല്ലാ കാലത്തുമുള്ള ജനങ്ങൾ അവളെക്കുറിച്ച് പറയാനായിട്ട് തുടങ്ങി. എവിടെയാണ് പരിധികൾ പൊട്ടിച്ച് പുറത്തു വരാൻ തീരുമാനിച്ച ആ തീരുമാനത്തിൻ്റെ നടുവിലാണ് ദൈവപ്രവർത്തികൾ ആരംഭിച്ചത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് കുലുക്കിയിട്ട് പറയുക, അവിശ്വാസത്താൽ കർത്താവിന് പരിധി വെക്കരുത്. അതേ ആളോട് പറഞ്ഞേ, പരിധികളെ മുഴുവൻ പൊളിച്ചെഴുതണം. അൺലേണിംഗ് നടത്തണം എന്നാണ് പറഞ്ഞത്, പക്ഷെ അതിന് നല്ല മലയാളം കിട്ടുന്നില്ലായിരുന്നു. ഹല്ലേലൂയ. അതിനെല്ലാം പൊളിച്ചെഴുതണം, പുതിയതിലേക്ക് നമ്മൾ എത്തിച്ചേരണം. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എല്ലാറ്റിനും ഒരു ഇടുക്ക മനോഭാവമാണ്. എന്ത് സംസാരിച്ചാലും അവരൊരു ഇടുക്ക മനോഭാവത്തിന്, കാര്യങ്ങൾ എങ്ങനെ നടക്കാനാണ്. അവരുടെ ഓ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും, എൻ്റെ ദൈവമേ, ഓക്ക് ഇത്രയൊക്കെ വലിയ ആക്കം ഉണ്ടോ എന്ന് നമ്മൾ തോന്നിപ്പോ. നമ്മുടെ പാസ്റ്റർ പറയിപ്പിക്കാറുണ്ട്, അതുപോലെയാണ് അവരുടെ ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല സിസ്റ്ററെ. നമ്മൾ ഇതൊക്കെ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് അവസാനം പോകാൻ നേരത്ത് പറയുന്ന കാര്യമാണ്, സിസ്റ്റർ നമ്മൾ പ്രാർത്ഥിക്കാന്നൊക്കെ ഉള്ളൂ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന്.
എൻ്റെ അവസ്ഥയൊന്നും നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കുക. ഇതുപോലെ ചിലപ്പോൾ ഒരു പക്ഷേ ബ്ലെസ്സിങ് ടുഡേയുടെ ലീഡേഴ്സായിട്ട് നിൽക്കുന്നവർക്കൊക്കെ, മിനിസ്റ്റേഴ്സും അവരുടെ ഭാര്യമാർക്കും ഒക്കെ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ കരഞ്ഞ് കൂവി നിന്നായിരിക്കും അവരുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഇറങ്ങാൻ നേരത്ത് അവർ നിങ്ങളെ ടാറ്റ പറയണ കൂട്ടത്തിൽ പറഞ്ഞു വിടുന്ന ഒരു സെൻറ്റൻസ്, ഇതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല എന്നും പറഞ്ഞിട്ടായിരിക്കും വിടുന്നത്. ചില ആളുകളുടെ മൈൻഡ് സെറ്റ് എപ്പോഴും ഒരു എന്താ പറയുക, പരിധിക്കകത്ത് ഇത്രയേ ഉള്ളൂ. ഈ ആനനെ തളച്ചിട്ട് ആന ഇത്രയൊക്കെയല്ലേ കറങ്ങത്തുള്ളൂ എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞാൽ പട്ടീനെ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇത്രയൊക്കെയല്ലേ കറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു പരിധി വിട്ടിട്ട് പോകാൻ അവർക്കൊരിക്കലും മനസ്സൊരുക്കമില്ലാത്തവരാ അവര്. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, പരിധികളില്ലാതെ ചിന്തിക്കാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ ഒരു വലിയ ഗിഫ്റ്റാണ്. എന്തു പറഞ്ഞാലും സാമ്പത്തികമായി ഞെരുക്കില്ലാത്ത ആരോ ഉള്ളത്? ദൈവമക്കളുടെ വായിൽ ഒത്തിരി അത് പറയരുത്. രോഗമില്ലാത്ത ആളുകൾ, ഒരു സീസൺ വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും പനി കാണും, ശരിയല്ലേ ഞാൻ പറയുന്നത്? പക്ഷെ അതിന് ഓക്കെ 2 വീക്സ് എടുക്കും, 3 വീക്സ് എടുക്കും, 1 മന്ത് എടുക്കുമായിരിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ പൊടി തട്ടി ചാടി പുറത്തിറങ്ങും. നഷ്ടപ്പെട്ട ദിവസവും കൂടെ എന്താ പറയാ ചേർത്ത് അതിന്റെ പലിശയും പലിശയും പിടിച്ചോണ്ട് നമ്മൾ പുറത്തോട്ടിറങ്ങും. കാരണം നമ്മൾ ദൈവമക്കളായതുകൊണ്ട്. ഈ ഒരു മാസം ചിലപ്പോൾ ഒരുപക്ഷെ ബിസിനസ്സിൽ ചെറിയൊരു തകർച്ച വന്നേക്കാം, ചിലപ്പം കയ്യിൽ ഇച്ചിരി പൈസ കുറഞ്ഞേക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഒരു ആവശ്യം നടക്കുന്ന സമയത്ത് ദൈവം എത്ര മനോഹരമായിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും നടത്തിയിട്ടുള്ളത്. നന്ദി ഉണ്ടെങ്കിൽ 2 കൈ ഉയർത്തിയിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പക്ഷെ ഇപ്പോഴത്തെ, കഴിഞ്ഞ ആഴ്ചയിലാണ് നേമായ പറഞ്ഞ ഒരു കാര്യം അല്ലേ, കേക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിനകത്ത് പല ഇൻഗ്രീഡിയൻസും നമുക്ക് ഇഷ്ടമല്ല. കേക്ക് പറഞ്ഞപ്പോൾ മനസ്സിലായില്ലായിരിക്കും, പക്ഷേ മീൻകറി പറഞ്ഞാൽ വേഗം മനസ്സിലാവുമായിരിക്കും. ആ മുളക് പൊടി തന്നെ നിന്നാൽ നല്ല രുചിയല്ലേ? അല്ല. പച്ചമുളക് തന്നെ നിന്നാൽ നല്ല രുചിയാണോ? ഇല്ല. അതിനകത്തുള്ള ഓരോ ഇൻഗ്രീഡിയൻസും, അതിനകത്തെ കടുക്, അന്ന് 1 കിലോ കടുക് ഇരുന്ന് കഴിച്ചു നോക്ക്, നല്ല രുചിയല്ലേ കടുക് ഇരുന്ന് കഴിക്കുന്നത്? അല്ല. അതിന്റെ എല്ലാത്തിന്റെയും ആനുപാതികമായിട്ട് കറി വെക്കുമ്പോൾ കറി വെക്കുന്ന വീട്ടപ്പന്മാർക്കും, ഇന്നത്തെ കാലത്തെ വീട്ടപ്പന്മാരും കറി വെക്കും അല്ലേ? പ്രൈസ് ദി ലോർഡ്. വെച്ചില്ലെങ്കിൽ കട്ടപ്പുകയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കറി വെക്കുന്ന വീട്ടപ്പന്മാർക്കും വീട്ടമ്മമാർക്കും നന്നായിട്ടൊരു കാര്യം അറിയാം. എന്താണ് ആ കാര്യം? എല്ലാത്തിന്റെ ഒരു പാകമുണ്ട്. അത് ഓരോന്ന് കഴിച്ചാൽ ബുദ്ധിമുട്ടാ. പക്ഷെ ആ പാകത്തിന് ചേർത്ത് വെച്ചതിന് ശേഷം ആ കറി അങ്ങോട്ട് രുചിക്കുമ്പോ എന്താ ടേസ്റ്റ് ഉള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് ചില മാസങ്ങളിൽ, ചില വിഷയങ്ങളിൽ, ചില ആഴ്ചകളിൽ, ചില വിഷയങ്ങളിൽ, ചില പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടുന്നിരിക്കും, ബുദ്ധിമുട്ട് നേരിട്ടുന്നിരിക്കും, ഞെരുക്കം നേരിട്ടുന്നിരിക്കും, പ്രയാസം നേരിട്ടുന്നിരിക്കും, ദുരിതം ഉണ്ടായിരുന്നിരിക്കും, കഷ്ടത ഉണ്ടായിരുന്നിരിക്കും. പക്ഷെ അത് എല്ലാ കാലത്തേക്കും ഉള്ളതല്ല എന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ വീണ് കിടക്കുന്നെങ്കിലും ഞങ്ങൾ നശിച്ചു പോകുന്നില്ല. ചിലപ്പോ വീണെന്നിരിക്കും, പക്ഷെ നശിച്ചു പോകത്തില്ല. നീതിമാൻ വീണാലും അവൻ എഴുന്നേൽക്കും. ഇത് വിശ്വാസികൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠമാണിത്. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കും, പക്ഷെ അതാണ് എല്ലാ കാലത്തും എന്നൊരിക്കലും നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് പറ, നമ്മുടെ കർത്താവ് പറഞ്ഞേ നിങ്ങളുടെ സ്വർഗീയ പിതാവാണ്. പറഞ്ഞേ, നിങ്ങളുടെ അപ്പനാണ്. അവൻ നിങ്ങളെ എന്നും കഷ്ടതയിലൂടെ നടത്താൻ അവൻ കണ്ടുകൊണ്ടിരിക്കുമെന്ന് കരുതരുത്. ചിലതിന് കർത്താവ് ഒരു അറുതി വെച്ചിട്ടുണ്ട്, ഒരവസാനം വെച്ചിട്ടുണ്ട്, നീക്കുപോക്ക് വെച്ചിട്ടുണ്ട്, പോം വഴി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സോ നമ്മളെപ്പോഴും ഒരു മൈൻഡ് സെറ്റ്, അതായത് ഒരു എന്താ പറയാ നോ ലിമിറ്റ്സ് എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് മനഃപൂർവ്വം ഡെവലപ്പ് ചെയ്യണം. അതെല്ലാ മേഖലയ്ക്കും വേണം. ഫൈനാൻസിന്റെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിൽ. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും തൂച്ചയായിരിക്കാം, എന്ന് വെച്ചാൽ ഏറ്റവും താഴെയായിരിക്കാം നിങ്ങളുടെ പെർഫോമൻസ്. പക്ഷെ വിട്ടുകളയരുത്. ഒരു നോ ലിമിറ്റ് എന്ന് പറയുന്ന, എനിക്ക് പരിധിയില്ല എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് നമ്മൾ മനഃപൂർവ്വം ഡെവലപ്പ് ചെയ്തെടുക്കണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ പുറത്തൊന്ന് തട്ടിയിട്ട് പറ, നിങ്ങൾക്ക് പരിധിയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് പരിധിയില്ലെങ്കിൽ നമുക്കും പരിധിയില്ല.
കാരണം കർത്താവിൻ്റെ അതേ DNA അല്ലേ നമ്മുടെ അകത്തുള്ളത്. അവൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലൊക്കെ, അതാണ് DNA എന്ന് പറയുന്നത്. അവൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഒക്കെയല്ലേ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവിന് പരിധിയില്ലെങ്കിൽ നമുക്കും ഇല്ല പരിധി. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയോ? സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവിൽ സന്തോഷിപ്പിൻ, അല്ലെങ്കിൽ എന്താ പറയുക, അവനിൽ തന്നെ രസിച്ചുകൊള്ളുവിൻ. അങ്ങനെയാണെങ്കിൽ അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും എന്നാ പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ പരാതികളൊന്ന് അവസാനിപ്പിച്ചിട്ട് ആ നോ ലിമിറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, എപ്പോഴും ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു പരിധിയുണ്ട്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതിനുള്ളിൽ തന്നെ അവസാനിക്കുകയുള്ളൂ, ഇതൊക്കെ ഇത്രയൊക്കെ നടക്കാൻ പോകുന്നുള്ളൂ എന്ന് പറയുന്ന ആ ഒരു മനോഭാവത്തെ ഒന്നെടുത്ത് മാറ്റിയിട്ട് കർത്താവിൽ നമ്മൾ സന്തോഷിക്കാൻ തുടങ്ങുന്നിടത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ, അവിടെയാണ് ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ കർത്താവ് നിവർത്തിക്കുന്ന സമയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പത്രോസിന്റെ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പത്രോസിന് ഒത്തിരി പരിധിയുണ്ട്. എന്ത് പരിധിയാണെന്നറിയാമോ? ജുഡായിസം എന്ന് പറയുന്ന ഒരു പരിധിയായിരുന്നു. യഹൂദവാദം, അല്ലെങ്കിൽ എന്താ പറയുക, യഹൂദ മതം, അല്ലെങ്കിൽ യഹൂദരിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നതുകൊണ്ട് യഹൂദരുടേതായ പാരമ്പര്യങ്ങൾ, യഹൂദരുടേതായ ചട്ടക്കൂടുകൾ, യഹൂദരുടേതായിട്ടുള്ള ഒത്തിരി എന്താ പറയുക ചിന്താഗതികൾ ഒക്കെ താൻ ക്രിസ്ത്യാനിയായിട്ടും താൻ വെച്ച് പുലർത്തി. ഹല്ലേലൂയ. ഇതൊരു ഭയങ്കര അപകടകരമായിട്ടുള്ളൊരു കാര്യമാണത്. പഴയ ചില പാഠങ്ങൾ, പഴയ പല ആളുകളുടെ പാഠങ്ങൾ, ഇത് നമ്മൾ വെച്ച് പുലർത്തുന്നത് വളരെ അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. കർത്താവ് അപ്പോൾ ഇവനൊന്നും ഒരു പണി കൊടുക്കണം എന്ന് കർത്താവ് ശരിക്കും അങ്ങ് വിചാരിച്ചു. ഇവൻ എങ്ങനെ പണി കൊടുക്കും? കർത്താവ് പറഞ്ഞു, എന്നാൽ പിന്നെ ഇവന് പ്രാർത്ഥിക്കാനുള്ളൊരു ബേർഡൻ അങ്ങ് കൊടുക്കാം. അവന് പ്രാർത്ഥിക്കാനുള്ളൊരു ബേർഡൻ കിട്ടി. പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അവൻ മട്ടുപ്പാവിലോട്ട് കയറി. അവിടെ ചെന്നപ്പം കർത്താവ് ഒരു ദർശനമൊക്കെ കാണിച്ചു. എല്ലാ സാധനങ്ങളും തുപ്പട്ടിയിൽ ഇറങ്ങി വന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേരും കർത്താവ് പറഞ്ഞു, പത്രോസേ, ഞാനൊരുത്തനെ, ഇത് ഏത് ചാപ്റ്റർ ആണെന്ന് വെച്ചാൽ ഞാൻ മറന്നുപോയി, അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായമായിരിക്കും. പക്ഷെ 10-ാം അധ്യായത്തിൽ വേറൊരു മനുഷ്യനെ കുറിച്ചാണ്. ഞാൻ 10-ാം അധ്യായത്തിൽ തന്നെ ഒരാളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ പേര് കൊർന്നല്യോസ് എന്നാണ്. അവനെ ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നിന്റെ മൈൻഡ് സെറ്റ് ശരിയല്ലാത്തത് കൊണ്ടാണ് എനിക്ക് അവനെ നിന്റെ അടുക്കിലേക്ക് വിടാൻ പറ്റാതിരുന്നത്. നിന്റെ അടുക്കിലേക്ക് ഇപ്പം അവനെ വിട്ടുകഴിഞ്ഞാൽ നീ അവനെ ഉപദേശിച്ച് യഹൂദ മതാനുസാരിയായിട്ടുള്ള ഒരു മുങ്ങിയ വിശ്വാസിയാക്കി മാറ്റും. ചില വിശ്വാസികളൊക്കെ അങ്ങനെയാ, പല വിശ്വാസത്തിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് സ്നാനപ്പെട്ടു വരുന്ന ഒരു വിശ്വാസിയായിട്ട് മാറും. അങ്ങനെ ഒരു വിശ്വാസിയെ ഉണ്ടാക്കാൻ കൊർന്നല്യോസിന്റെ കാര്യത്തിൽ എനിക്ക് പ്ലാൻ ഇല്ലട മോനെ. അതുകൊണ്ട് നിന്റെ ഹാർട്ട് നീ ഒന്ന് ശരിയാക്കണം. നിന്റെ ഈ പരിധി ഉണ്ടല്ലോ, ഈ ജുഡായിസത്തിനകത്ത് കിടക്കുന്ന ഈ പരിധി, ഇതിനെയൊക്കെ നീ ഒന്ന് പൊട്ടിക്കണം. ഈ പരിധിയൊക്കെ ഒന്ന് പൊട്ടിച്ച് നീ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന അത്ഭുതം കണ്ടോളാൻ പറഞ്ഞു. അവിടെ നിന്നുകൊണ്ട് ആ നാൽക്കാലി മറ്റു കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അറുത്ത് തിന്നുക എന്ന് പറയുന്ന ശബ്ദം കേട്ടപ്പോൾ പത്രോസിന് ഒരു കാര്യം മനസ്സിലായി. എനിക്ക് ഈ പഴയ പാരമ്പര്യങ്ങളും ഈ പരിധികളും എനിക്കൊന്ന് പൊട്ടിച്ച് പുറത്തിറങ്ങിയേ പറ്റൂ. ഇത് മനസ്സിലാക്കിയ പത്രോസ് അതൊക്കെ പൊട്ടിച്ച് പുറത്തിറങ്ങി. താഴെ വന്നപ്പോഴത്തേനും കൊണ്ടുപോകാനുള്ള ആൾ റെഡി. ഇവിടെ കൊർന്നല്യോസിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. കൊർന്നല്യോസിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. എല്ലാവരും പരിശുദ്ധാത്മാവിൽ സംസാരിക്കാൻ തുടങ്ങി. ദൈവപ്രവൃത്തി ഇവിടെ നടക്കാൻ തുടങ്ങി. കൊർന്നല്യോസും കുടുംബവും സ്നാനമേറ്റു. ഹല്ലേലൂയ. പിന്നീട് ചരിത്രം പറയുന്നത് അവിടെ എന്താ പറയുക, കൊർന്നല്യോസ് എന്ന് പറയുന്ന ഇത്താലിയ അല്ലെ, കൊർന്നല്യോസ് ഏത് സ്ഥലമായിരുന്നു അത് മറന്നുപോയി, റോമിലുള്ള ഒരു സ്ഥലമായിരുന്നു അത്. 10-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വചനത്തിൽ കാണാം. റോമിലുള്ള ഒരു പ്രത്യേക സിസേറിയ എന്ന് പറയുന്ന സ്ഥലം, കൈസരിയ എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള അയാൾ റോമിൽ പിന്നീട് അവിടെ ഒരു ബിഷപ്പായിട്ട് മാറ്റപ്പെട്ടു എന്നാ പറയുന്നത് കൊർന്നല്യോസ്. മനസ്സിലായോ? പിന്നീട് റോമിൽ വലിയ ഉണർവുണ്ടാകുന്നു. അതായത് രാജാവിന്റെ നേതൃത്വത്തിൽ വരുന്ന ഉണർവ്, മറ്റു കാര്യങ്ങൾക്കൊക്കെ മുന്നോടിയായിട്ട് ഒത്തിരി വലിയ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ഈ കൊർന്നല്യോസ് എന്ന് പറയുന്ന വ്യക്തിയെ പിന്നീട് കർത്താവ് അതിശക്തമായി ഉപയോഗിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ഒരു ബിഷപ്പായി തീർന്നുവെന്ന്. അതിന്റെ അർത്ഥം എന്താന്ന് പറയാമോ? പത്രോസിന്റെ മനസ്സിൽ വന്ന ആ കൊച്ചു മാറ്റത്തിലാണ് ഒരു വലിയ മിനിസ്ട്രി റോമിൽ സ്റ്റാർട്ട് ചെയ്തത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ, പരിധികളെ എടുത്തു മാറ്റണം. പറഞ്ഞേ ഹല്ലേലൂയ. പരിധികൾ വെക്കുന്ന മനസ്സും എടുത്തു മാറ്റണം. ഹല്ലേലൂയ. എല്ലായ്പ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ദൈവത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിൽ നമുക്കൊരു ഭയങ്കര മാറ്റം വരണം. കുറേ നാളുകൾ വിശ്വാസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കൊരു ഒരു സാധാരണ ഒരു കാഴ്ചപ്പാടിൽ
ഇപ്പൊ തന്നെ ഇങ്ങനെയായിരിക്കും എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ കാഴ്ചപ്പാട് മാറിയിട്ട് ഓരോ ദിവസവും അനുദിനം പുതിയ കാഴ്ചപ്പാടിലൂടെ പോകാനായിട്ട് നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. എപ്പോഴും ദൈവത്തിന് എന്താ പറയാ, ഒതുക്കാൻ പറ്റും എന്ന് നമ്മൾ കരുതരുത്. നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ദൈവം നിങ്ങളുടെ പോക്കറ്റിലാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. നമ്മുടെ ദൈവം നമ്മുടെ പോക്കറ്റിലല്ല, ദൈവം നമ്മുടെ കയ്യിലുമല്ല. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് ഒതുക്കാനായിട്ട് പറ്റില്ല എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഉള്ളിൽ അതിശക്തമായിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് ശലോമോൻ എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹം ദാവീദിന്റെ മകനായിട്ടുള്ള അദ്ദേഹം ദാവീദിന് ദൈവം കൊടുത്തൊരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ദൈവം കൊടുത്തൊരു ദർശനമായിരുന്നു, അല്ലെങ്കിൽ ദൈവം കൊടുത്ത ഒരു ദൗത്യമായിരുന്നു ഒരു ദൈവാലയം പണിയുക എന്നുള്ളത്. അവിടെ ദാവീദ് അത് പണിതില്ല, പകരം ശലോമോനാണ് അത് പണിതത്. ശലോമോൻ ആ ദൈവാലയമൊക്കെ പണിത് കഴിഞ്ഞതിന് അതിനുശേഷം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്ന ആ ആലയത്തിൽ നിൽക്കുമ്പോൾ, അതിൻ്റെ ഉദ്ഘാടന ദിവസമായി കഴിഞ്ഞപ്പോൾ ശലോമോൻ പറയുന്ന കാര്യം ഇതാണ്: ഓ ദൈവമേ, സ്വർഗത്തിലും ഭൂമിക്കും നാഥനായിട്ടുള്ള അങ്ങയെ ഇങ്ങനെ ഒരു കൊച്ചു ആലയത്തിനകത്ത്, ഞാൻ പണിതിരിക്കുന്ന ഒരാലയത്തിനകത്ത് അങ്ങേ എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ? അങ്ങനെ ചിന്തിച്ച ഞാൻ എത്ര മണ്ടനാ. അങ്ങനെ ഞാൻ എൻ്റെ ഭാഷയിലാണ് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ എനിക്ക് ചിന്തിക്കാനായിട്ട് പറ്റുമോ? അതിൻ്റെ 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വചനത്തിലാണ് പറയുന്നത്, ഇത്രയും വലിയ ഒരു ദൈവത്തെ ഞാൻ ഈ പണിത് വെച്ചിരിക്കുന്ന ഇതിനകത്ത് കൊണ്ടുവന്ന് എനിക്ക് ഒതുക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ദൈവത്തിന് പരിധി വെക്കാൻ പറ്റത്തില്ല. നമ്മൾ എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താലും അതിനകത്ത് കൊണ്ടുവന്ന് ഒരു പരിധി വെക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുകയാണ്. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാലോ? ചില ആളുകളുടെ അകത്ത് എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഒരു ലിമിറ്റേഷൻസ് എപ്പോഴുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞ പോലെയാണ് ചില ആളുകളുടെ അകത്ത് എപ്പോഴും ഒരു ഭയത്തിൻ്റെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പരാജയത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കും. എന്ത് ചെയ്താലും ഞാൻ പരാജയപ്പെട്ടു പോകും, എനിക്ക് പരാജയത്തിൻ്റെ ഒരു പരിധിക്കകത്താണ് എൻ്റെ ജീവിതം നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു പരാജയത്തിൻ്റെ ഒരു കാര്യം എല്ലായ്പ്പോഴും അവരെ ഭരിക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, പരാജയങ്ങൾ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. ഹല്ലേലൂയ. ഇനി അഥവാ ഏതെങ്കിലും ഒരു പരാജയത്തിലൂടെ നിങ്ങൾ കടന്നു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഓർത്തുകൊള്ളുക, ആ പരാജയത്തിന് അപ്പുറത്ത് ദൈവത്തിൻ്റെ സമയത്ത് ഒരു വലിയ വിജയം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് വെച്ചിട്ടുണ്ട്. യേശു കർത്താവ് തന്നെ ക്രൂശിൽ എല്ലാവരും ചിന്തിച്ചു പരാജയമാണ്, പക്ഷെ ക്രൂശായിരുന്നു ഏറ്റവും വലിയ ജയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പരാജയത്തിൻ്റെ ആ ഒരു ബോധ്യത്തിൽ, അല്ലെങ്കിൽ ആ ഒരു മനസ്സിൽ, ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് ഒരിക്കലും കൊണ്ടുപോകരുത്. പൗലോസിന്റെ ജീവിതത്തെക്കുറിച്ചൊന്ന് നമ്മൾ നോക്കിക്കേ. പൗലോസിന്റെ ജീവിതത്തിൽ എത്ര പ്രാവശ്യമാണ് അവൻ അടിയേറ്റിട്ടുള്ളത്, എത്ര പ്രാവശ്യമാണ് കപ്പൽ ഛേദകത്തിലൂടെ അവൻ കടന്നു പോയിട്ടുള്ളത്, എത്ര പ്രാവശ്യമാണ് അവൻ എന്താ പറയുക, ജയിലറയ്ക്കുള്ളിൽ അവൻ ആയിത്തീർന്നത്. ഇതൊക്കെയാണെങ്കിലും ശരി, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും. ഹല്ലേലൂയ. കണ്ടോ, ഇതെല്ലാം ഉള്ളപ്പോഴും വായ കൊണ്ട് പറയുന്നത് എൻ്റെ കർത്താവ് വലിയവെന്ന. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറ, ഇതാണ് പരിധിയില്ലാത്ത മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. പൗലോസിന്റെ മൈൻഡ് സെറ്റ് പരിധിയില്ല, അതിനകത്ത് ഒതുങ്ങിപ്പോകാൻ തയ്യാറല്ല. പരാജയങ്ങൾ മുന്നിൽ വന്നാലും ആ പരാജയത്തിൽ ഒതുങ്ങിപ്പോകാൻ തയ്യാറല്ല, അതിനെ ചവിട്ടി മുകളിലേക്ക് കയറുന്ന ഒരു അനുഗ്രഹത്തിലേക്ക്, അഭിഷേകത്തിലേക്കാണ് പൗലോസ് നിൽക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ചില ആളുകൾക്ക് പരിധി വരാനുള്ള ഏറ്റവും വലിയ സാധ്യത എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമുക്ക് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന സ്വഭാവമുള്ളത് കൊണ്ടാണ്. ഈ ആൻറ്റിയുടെ ചുരിദാർ ഭയങ്കര നല്ലതാ, എന്നാ പിന്നെ അതുപോലത്തെ ഒരു ചുരിദാർ ഞാനും ഇട്ടേക്കാം. കമ്പാരിസൺ വരികയാണ്. പിന്നെ ഈ ആൻറ്റിയുടെ ചുരിദാർ അല്ലാത്ത വേറൊരു പരിധി ഇല്ല. ഇന്ന ചേച്ചിയുടെ ജോലി ഭയങ്കര നല്ല ജോലിയാ, അതാണ് എൻ്റെ ലക്ഷ്യം. പക്ഷെ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു ജോലിയായിരിക്കും ലക്ഷ്യം. പക്ഷെ ഇതാണ് എൻ്റെ പരിധി, അവിടെ എൻ്റെ പരിധി അവസാനിക്കുക. വേറൊരാളുടെ വീട് കാണുന്നു, വേറൊരാളുടെ വാഹനം കാണുന്നു, വേറൊരാളുടെ പൊസിഷൻ കാണുന്നു, വേറൊരാളുടെ ജീവിത ശൈലി കാണുന്നു. പക്ഷെ ഓരോ വ്യക്തിയും യുണീക്കാണ്, ഓരോ വ്യക്തിയും വ്യത്യസ്തതയുള്ളവരാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരിലെ പോലെ ആയിത്തീരുവാൻ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു തുലനം ചെയ്ത് ചിന്തിക്കുന്നിടത്ത് നമ്മൾ പരിധികൾ വെക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ.
ദൈവത്തിന് നമ്മളെ അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ചില പദ്ധതികളുണ്ട്. ലോകത്തിന്റെ കണ്ണിൽ നിങ്ങൾ ഒരുപക്ഷെ പ്രോസ്പർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിച്ചിട്ടില്ല, അനുഗ്രഹം പ്രാപിച്ചിട്ടില്ല എന്ന് തോന്നുന്ന ഒരു തലത്തിലായിരിക്കാം നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പക്ഷേ കർത്താവിന് അതിന്റെ പിറകിൽ ചില പദ്ധതികൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ പെട്ടിക്കകത്താകുന്നതിന് മുമ്പേ അത് കർത്താവ് തെളിയിച്ചിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അവരെ പോലെ ആ പരിധിക്കകത്ത് നമ്മളെ ആക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, മറ്റുള്ളവരുമായിട്ട് നമ്മളെ തുലനം ചെയ്യരുത്. പറഞ്ഞേ, തുലനം ചെയ്യരുത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നത്, കർത്താവ്, സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, കർത്താവിന് ചില പരിധികളെ പൊട്ടിച്ച് നിങ്ങളെ പുറത്തെടുക്കാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിച്ചാലേ അത് പൊട്ടിച്ച് പുറത്തു വരികയുള്ളൂ. കർത്താവിന് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾ വിചാരിക്കണം. ഇന്ന് രാവിലെ എത്ര പേരത് ആഗ്രഹിക്കുന്നുണ്ട്? പരിധികളെ പൊട്ടിച്ച് പുറത്തിറങ്ങി അതിശക്തമായ ഒരു ഉണർവിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവപ്രവൃത്തിക്ക് വേണ്ടി, ദൈവിക അനുഗ്രഹങ്ങളുടെ ചാനലാകുവാൻ നിങ്ങൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. കർത്താവിന്റെ പേര് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, അൺലിമിറ്റഡ് ഗോഡ് എന്നാണ്. പരിധികളില്ലാത്ത ദൈവം എന്നാണ് നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവിന്റെ കയ്യിലുള്ളത് അൺലിമിറ്റഡ് റിസോഴ്സസ് ആണ്. പരിധികളില്ലാത്ത വിഭവശേഷി നമ്മുടെ കർത്താവിന്റെ കയ്യിലുണ്ട്. ഈ ഞായറാഴ്ച ഒന്ന് വിശ്വസിച്ചാൽ മതി. പരിധികൾ വെച്ചുകൊണ്ടുള്ള എന്റെ മൈൻഡ് സെറ്റ് ഞാനൊന്ന് എടുത്തു മാറ്റുകയാ. പരിധികളില്ലാത്ത വിഭവശേഷിയെ ഞാൻ കർത്താവിൽ നിന്ന് സ്വീകരിക്കുകയാണ്. ഹല്ലേലൂയ. അവർക്ക് കർത്താവിന്റെ കയ്യിൽ അവന്റെ ശക്തി എന്ന് പറയുന്ന അൺലിമിറ്റഡ് സ്ട്രെങ്ത് ആണ്. പരിധികളില്ലാത്ത ശക്തിയാണ് നമ്മുടെ കർത്താവിന്റെ കയ്യിലുള്ളത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഈ അത്യന്ത ശക്തി നിങ്ങളുടെ മൺപാത്രങ്ങളിൽ അത്ര ഞാൻ പകർന്നിരിക്കുന്നത്. കർത്താവിന്റെ ശക്തി പരിധികളില്ലാത്ത ശക്തിയാണ്. ഏത് കാര്യത്തിനും ഉപയോഗിക്കാം. ഹല്ലേലൂയ. എന്തിനും ആ ശക്തി ഉപയോഗിക്കാം. അടുത്തിരിക്കുന്ന ആളുടെ തോളി തട്ടിയിട്ട് പറ, കർത്താവിന്റെ ശക്തിയെ എന്തിനും ഉപയോഗിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പരിധികൾ ഹൃദയത്തിനകത്ത് നിന്ന് എടുത്തു മാറ്റിയിട്ട് കർത്താവിന്റെ ശക്തിയെ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിശക്തമായി വലിയ കാര്യങ്ങൾ ഈ 2024 ചെയ്യുവാനായിട്ട് സാധിക്കും. അടുത്തത്, കർത്താവിന്റെ കാര്യത്തിൽ അടുത്തൊരു അൺലിമിറ്റഡ് ആക്സസ് ആണ് നമുക്കുള്ളത്. പരിധികളില്ലാത്തൊരു പ്രവേശന സാധ്യത. അതുകൊണ്ട് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് തക്ക സമയത്ത് കരുണ ലഭിക്കേണ്ടത് ഏത് സമയത്തും കൃപാസനത്തിൽ ഓടിച്ചെല്ലാൻ ഒരു പരിധിയും ഒരു ബാരിയറും അവിടെയില്ല. ഒരു ദർവാനും അവിടെ നിൽക്കുന്നില്ല. ഒരു കാവൽക്കാരനും അവിടെ നിൽക്കുന്നില്ല. നിന്റെ കയ്യിൽ പാസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു വ്യക്തി പോലും അവിടെയില്ല. അവിടെ ഒരു മെറ്റൽ ഡിറ്റക്ടറും ഇല്ല. ഒരു പരിധിയുമില്ല കർത്താവിന്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുവാൻ. ഹല്ലേലൂയ. പക്ഷെ എൻ്റെ ചോദ്യം ഇവിടെ ഇതാണ്, ഇന്ന് ആ പരിധി ഒന്ന് പൊട്ടിക്കാൻ ഇന്ന് തയ്യാറാണ്? ഹല്ലേലൂയ. ഒരു അൺലേണിംഗ് നടത്താൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ പുതിയ തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടെത്തിക്കാനായിട്ട് പോവുകയാണ്. ഒരു നിമിഷം പുസ്തകമൊക്കെ എടുത്ത് വെക്ക്. അതത് സ്ഥലങ്ങളിലൊന്ന് എഴുന്നേറ്റ് നിൽക്ക്. കർത്താവിൻ്റെ കൈകളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. ഈ ഞായറാഴ്ച ഒരു സമർപ്പണത്തിൻ്റെ ഞായറാഴ്ചയാക്കി കർത്താവ് തീർത്തിരിക്കുകയാണ്. Hallelujah. Jesus. രണ്ട് കൈകളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിക്ക്, വിരോധമില്ലെങ്കിൽ. പരിധികളെ പൊട്ടിച്ച് രാവിലെ ചില പരിധികളെ ഇന്ന് രാവിലെ കർത്താവിടെ പൊട്ടിക്കുകയാണ്. പക്ഷെ അതിൻ്റെ തീരുമാനം നമ്മളാണ് എടുക്കേണ്ടത്. ഞാനും നിങ്ങളും പലപ്പോഴും ഒരു തടങ്കൽ പാറയോ തടസ്സമോ ഒക്കെയായിട്ട് ദൈവപ്രവൃത്തിക്ക് മാറിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ
കർത്താവ് നടത്തേണ്ട ദൈവപ്രവൃത്തിക്ക് ഞാൻ ഇനിയൊരു തടസ്സം അല്ല. സ്വയം പറയാൻ തുടങ്ങിയാൽ ഞാനൊരു തടസ്സമല്ല. എൻ്റെ ഭവനത്തിനകത്ത് നടക്കേണ്ട ദൈവപ്രവൃത്തിക്ക് ഞാനൊരു തടസ്സമല്ല. എൻ്റെ സഭയിൽ നടക്കേണ്ട ദൈവപ്രവൃത്തിക്ക് ഞാനൊരു തടസ്സമല്ല. എൻ്റെ ദേശത്ത് നടക്കേണ്ട ദൈവപ്രവൃത്തിക്ക് ഞാനൊരു തടസ്സമല്ല. പറഞ്ഞോ നിങ്ങൾ? ഇനി ആ കൈയൊന്ന് ഉയർത്തിയിട്ട് ഇങ്ങനെ പറയുക, പകരം എൻ്റെ ജീവിതത്തിൽ നടന്നു വരേണ്ട സകല അനുഗ്രഹങ്ങൾക്കും സകല വിടുതലുകൾക്കും, എൻ്റെ ഭവനത്തിൽ ഒഴുകിയിറങ്ങി വരേണ്ട സകല അനുഗ്രഹങ്ങൾക്കും, എൻ്റെ സഭയിലും എൻ്റെ ദേശത്തും വന്നു ചേരേണ്ട സകല നന്മകൾക്കും ഒഴുകി ഇറങ്ങുവാനുള്ള ഒരു ഒരു ചാനലാണ് ഞാൻ. ആ കൈകൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് സമർപ്പണത്തോടെ നിന്ന് ഒരു തീരുമാനത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, കർത്താവേ, ഈ ഞായറാഴ്ച എന്നെ സമർപ്പിക്കുകയാണ് കർത്താവേ. ഒരു ചാലായി ദൈവപ്രവൃത്തികളെല്ലാം നടക്കുന്ന പകരം തടസ്സങ്ങൾ ഞാൻ മാറ്റുകയാണ് കർത്താവേ. ഹല്ലേലൂയ. നിന്നോട് പോകാൻ കർത്താവ് പറഞ്ഞാൽ പോവുക. നീ പോകാതിരിക്കുന്നിടത്തോളം സമയം അതൊരു വലിയ തടസ്സം നിന്റെ മുന്നിൽ നിൽക്കുന്ന വലിയ ദൈവപ്രവർത്തികൾക്ക് ഉണ്ടാവുകയാണ്. കർത്താവ് നിന്നോടൊരു സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞാൽ അത് സ്റ്റേ ബാക്ക് ചെയ്യുക. അതിന് വിഘ്നിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ അപകടങ്ങളാണ് ക്ഷണിച്ചു വരുത്താൻ പോകുന്നത്. കർത്താവ് നിങ്ങളോട് പറയുന്നത് എന്താണോ അത് ചെയ്യുക.